കേൾക്കാം. ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിപോലെ ഈ വെള്ളിയാഴ്ചയും നമ്മൾ സ്പിരിച്വാലിറ്റിയുമായി ബന്ധപ്പെട്ട വേണുഗോപാൽ സാറിൻ്റെ ക്ലാസ്സാണ് കേൾക്കാൻ പോകുന്നത്. സാറേ, ഈ ഒരു സെഷന് പ്രത്യേകം ചില കാര്യങ്ങൾ നമ്മളോട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ആത്മീയ ബന്ധം ഭൗതിക ബന്ധവുമായിട്ടുള്ള കണക്ഷനിലേക്ക് എങ്ങനെയാണ് നമ്മൾ എത്തുന്നത്, അതിനുവേണ്ടി നമ്മുടെ ശരീരവും പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോൾ നമുക്ക് കാണുന്ന ശരീരവും നമുക്ക് ഇന്റേണലായിട്ട് കാണുന്ന സ്ഥലവും സൂക്ഷ്മ ശരീരമെന്നും സ്ഥൂല ശരീരമെന്നും പിന്നെ അതിനുശേഷം ഇതിൽ നിന്നൊക്കെ ശ്രദ്ധയോടെ നമ്മുടെ ആത്മീയമായ ബന്ധത്തിലേക്ക് ചേർന്ന് വരാനുള്ള ഒരു ജീവിതത്തിന്റെ കാഴ്ചപ്പാട് എന്താണെന്ന് സാറ് സ്വയം കഴിഞ്ഞ ആഴ്ച ആമുഖമായിട്ട് പറഞ്ഞിരുന്നു. അപ്പൊ ഇന്ന് സാറ് കഴിഞ്ഞ ആഴ്ച സംസാരിച്ചതിന്റെ തുടർച്ചയായി ഞാൻ വിചാരിക്കുന്നു സാർ അതൊന്ന് എല്ലാവർക്കും കേൾക്കാൻ പാകത്തിന് ഒന്നും കൂടെ ഒന്ന് ആവർത്തിച്ച് അതിനെ ഒന്നും കൂടെ അടിസ്ഥാനപ്പെടുത്തി മുന്നോട്ട് പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സാറ് കേരള ബാങ്കിലെ ഒരു ഇൻസ്പെക്ടർ ആയിരുന്നു, ഇപ്പോൾ റിട്ടയർ ചെയ്തു. സാറിനെ കണ്ടാൽ തന്നെ അറിയാം, ഒരു ആത്മീയതയുടെ ഒരു പരിവേഷ മുഖത്ത് തീർച്ചയായിട്ടും നമുക്ക് കൃത്യമായിട്ട് കാണാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ആത്മീയ വിഷയത്തിലേക്ക് സാറിനെ എല്ലാവരുടെയും സ്നേഹത്തിൽ ഞാൻ ക്ഷണിക്കാൻ വെൽക്കം. താങ്ക് യു സർ. താങ്ക് യു. നമ്മുടെ മാറ്റ്നി വെബിനാറിന്റെ കുടുംബനാഥനായ സാബു സാറും ഇതിൽ പങ്കെടുത്ത എല്ലാ കുടുംബാംഗങ്ങൾക്കും എൻ്റെ വിനീതമായ വന്ദനം ആദ്യമായിട്ട് ഞാൻ അറിയിച്ചു. നമ്മളെ വിഷയം ആധ്യാത്മിക വിഷയമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഈ ആധ്യാത്മിക വിഷയത്തിൽ ഭൗതിക ശരീരത്തിനെ കുറിച്ച് ഒരു ബോധമുണ്ടെങ്കിൽ മാത്രമേ ആധ്യാത്മിക ശരീരം എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. അതായത് സൂക്ഷ്മ ശരീരം, സ്ഥൂലവും സൂക്ഷ്മവും, ഇവ രണ്ട് എങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് പോകാൻ പറ്റുമെന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിനെക്കുറിച്ച് അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു ബാലപാഠം എന്നുള്ള രീതിയിൽ ശരീരം എന്താണ് എന്നുള്ളത് കുറിച്ച് പറഞ്ഞിരുന്നു. ഇന്ന് ആ ശരീരത്തിനെ നമുക്ക് അതിൻ്റെ ശരീരത്തിൻ്റെ മൂല്യവും അതിനെ എങ്ങനെ കാത്തു സൂക്ഷിക്കണം എന്നുകൂടി പിന്നെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ വിഷയത്തിലേക്ക് കടക്കാൻ പോകുന്നത്. കാരണം അങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ തലമുറക്കാർക്ക് നമ്മളുടെ അതായത് ശരീരത്തിന്റെ അല്ലെങ്കിൽ ജന്മത്തിന്റെ മൂല്യം എന്തെന്ന് അറിയുന്നില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ജീവിത നൈരാശ്യം വന്നു കഴിഞ്ഞാൽ അവർ ഉടൻ തന്നെ സെലക്ട് ചെയ്യുന്നത് ആത്മഹത്യാ പ്രവണതയാണ്. വാസ്തവത്തിൽ അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ശരീരത്തിനെ കുറിച്ച് ശരിയായ ഒരു അവബോധം ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ആ ശരീരം ഇത്തരം കണ്ട ക്ലാസുകൾ വരും തലമുറകൾക്ക് നിർബന്ധപൂർവം കിട്ടേണ്ടതുണ്ട്. കാരണം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിന്റെ കാരണക്കാർ നമ്മൾ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ പറയേണ്ടി വരുന്നത്. ഇവിടെ നിങ്ങൾ എന്തു കണ്ടു എന്ന് ചോദ്യത്തിന് പലതും കണ്ടു എന്ന് പറയാമെങ്കിലും പിന്നീട് എന്തു ചെയ്തു എന്ന ചോദ്യത്തിന് ഉത്തരമില്ലാത്ത സ്ഥിതിയാണ്. ആ ഉത്തരത്തെയാണ് അല്ലെങ്കിൽ ആ ഉത്തരം കണ്ടെത്തുന്ന മാർഗം അവലംബിക്കുന്നവരാണ് ഋഷിവര്യന്മാർ. അതുകൊണ്ടാണ് അവർ പറയുന്നത് സർവമേവ പരിത്യജ്യ ശരീരം അനുപാലയേ. മറ്റെല്ലാം കൈവിട്ടാണെങ്കിലും ശരീരത്തെ കാത്തു സൂക്ഷിക്കണം. അതിന്റെ മൂല്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് എളിതിൽ ലഭിക്കാത്തത് കൊണ്ട്
അത് അത്ര എളുപ്പത്തിൽ ലഭിക്കില്ല. ഒരു മനുഷ്യ ജന്മം ലഭിച്ചാൽ അത്രയും ക്ലേശകരമാണ്. അപ്പോ ആ എളുതിൽ ലഭിക്കാത്തത് കൊണ്ട് അതിനെ ദുർലഭം എന്ന് പറയും. ഇതിനെ അവർ പറയുന്നത്, എത്ര ജന്മം പ്രയാസപ്പെട്ടിങ്ങ് മാതാവിന് ഗർഭപാത്രത്തിൽ വീണതറിഞ്ഞാലും 10 പന്തീരാണ്ട് ഉണ്ണിയായിട്ട് കഴിഞ്ഞുപോയി പിന്നെ തന്നെത്താൻ അഭിമാനിച്ചു കഴിയും. ഇതാണ് മനുഷ്യന്റെ സ്ഥിതി. അപ്പോ ഇവിടെയാണ് ഋഷിവര്യന്മാരുടെ പ്രസക്തി. ഇവർ ജീവന്റെ ഗതി വിഗതി മനസ്സിലാക്കി അതുകൊണ്ട് തനിക്ക് ലഭിച്ച ആയുസ് ഇത്രയാണെന്ന് മനസ്സിലാക്കി ജീവന്റെ ലക്ഷ്യസ്ഥാനത്ത് നിമഞ്ജനം ചെയ്യേണ്ട ഉത്തരവാദിത്വം ഉണ്ട് എന്ന് മനസ്സിലാക്കി ഇറങ്ങി തുനിച്ച ഒരു കൂട്ടം സന്യാസി വര്യന്മാരാണ് ഈ ദൗത്യം ഏറ്റെടുത്ത് വിജയകരമായി പൂർത്തീകരിച്ചത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ. അതിന്റെ ഭാഗമായിട്ടാണ് ആയുർവേദവും യോഗ എന്ന ശാസ്ത്രവും ഉടലെടുത്തത്. അതുകൊണ്ടാണ് തമിഴിൽ പറയും, ഉള്ളത്തെ തേടാമൽ ഉലകത്തെ തേടാതെ. നമ്മളുടെ ഉള്ളിൽ എന്താണ് ഉള്ളത് എന്ന് മനസ്സിലാക്കുക. പുറമെല്ലാം നമുക്ക് കാഴ്ച കാണാൻ പറ്റും, പക്ഷേ അകത്തുള്ളത് എന്താണെന്നുള്ളത് കൂടി മനസ്സിലാക്കാൻ വേണ്ടിയാണ് തമിഴിൽ പറയുന്നത് ഉള്ളത്തെ തേടാമൽ ഉലകത്തെ തേടാതെ എന്ന് പറയുന്നത്. നമ്മളുടെ ഭാഷ, അതായത് മലയാളത്തിലും പറയുന്നുണ്ട്, കണ്ടതൊന്നുമേ സത്യമല്ലെന്ന് മുമ്പേ കണ്ടറിയുന്നു ചില. കാലം നമുക്ക് വേണ്ടി കാത്തു നിൽക്കില്ല. അതുകൊണ്ടാണ് വിധിച്ചിടുന്ന കർമ്മം ഒടുങ്ങുമ്പോൾ പതിച്ചിടുന്നു ദേഹം ഒരിടത്ത്. എന്തിനാണ് നാം ജീവനെ സ്നേഹിക്കുന്നത്? ജീവൻ നിർമ്മല തത്വമാണ്. അത് അറിയാൻ വേണ്ടിയും ആവണം ആയുസ്സിനെ നീട്ടിക്കിട്ടാൻ ശ്രമിക്കേണ്ടത്. ആയുസ് നീട്ടിക്കൊണ്ട് പോകാനുള്ള മാർഗം അവലംബിക്കുന്ന ശാസ്ത്രമാണ് ആയുർവേദം. മാത്രമല്ല, അത് ശ്രദ്ധയോടെ ശ്രവിച്ചാൽ ആരോഗ്യത്തോടെ ജീവിക്കാമെന്ന് ഒരു ഉപദേശം കൂടി പങ്കുവയ്ക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ശ്രദ്ധാമയോയം ഇതി പുരുഷ എന്ന് പറയുന്നത്. ആ രോഗം ആരോഗ്യം എങ്ങനെ കാത്തു സൂക്ഷിക്കാമെന്ന് ധനികനും ദരിദ്രനും ഒരുപോലെ പറഞ്ഞു തരുന്ന ഉപദേശം ഒന്ന് കേട്ടാൽ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. രോഗം വന്ന് ചികിത്സിക്കുന്നതിലും ഭേദം രോഗം വരാതെ സൂക്ഷിക്കലാണ്. ഇത് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. എന്തെല്ലാം മാർഗമാണ് നമ്മുടെ മുമ്പിൽ വിൽക്കുന്നതെന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഉണ്ടോ എന്ന സംശയമാണ്. 1-2 കാര്യങ്ങൾ ഞാനിവിടെ പറയാം. അർദ്ധരോഗ ഹരീനിദ്ര, പാതി രോഗം ഉറങ്ങിയാൽ തീരും. ഇതെല്ലാം പൈസക്കാരനും അല്ലാത്തവരും പരിപാലിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. അതി സർവത്ര വർജയേ, ഒന്നും അമിതമായി കഴിക്കരുത്, ചെയ്യരുത്, ഉപയോഗിക്കരുത്. എല്ലാം അതിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, അതി സർവത്ര വർജയേ. നിശാന്തേ ചവി വേദ്വാരി, ഉണർന്നാലുടൻ ഒരു വലിയ ഗ്ലാസ് വെള്ളം കുടിക്കുക. ഇതെല്ലാം ആർക്കും ചെയ്യാൻ പറ്റും. ജ്വര നാശായ ലംഘനം, പനിയുണ്ടെങ്കിൽ ഉണ്ണരുത്, വെറുതെ ഇരിക്കാനാ അത് പറയുന്നത്. ഭക്ഷണം കഴിക്കരുതെന്നാണ് പറയുന്നത്. നാസ്തി മൂലം അനൌഷധം, അതായത് ഔഷധ ഗുണമില്ലാത്ത ഒരു സസ്യവും ഈ ലോകത്ത് ഇല്ല എന്നാണ് പറയുന്നത്. ഒന്ന് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റു വിധത്തിൽ, ഒന്നുകിൽ മനുഷ്യന് അല്ലെങ്കിൽ മൃഗങ്ങൾക്ക്. ദാരിദ്ര്യം പരമൌഷധം. അപ്പോ ഈ ദാരിദ്ര്യം പിടിച്ച ആൾക്കാർക്ക് രോഗം വരുന്നതിന് വരാതെ കാണുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാല് അവിടെയാണ് ഇൻഡ്യൂസിങ്, അതായത് വൈറ്റൽ ഫോഴ്സ്, അത് ഉണ്ടാകുമ്പോഴാണ് ഈ രോഗങ്ങൾ മാറുന്നത്. നമുക്ക് അഗ്നിമാന്ദ്യം വരുമ്പോഴാണ് രോഗം. അതാണ്, അല്ലാണ്ട് ദാരിദ്ര്യം ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ടല്ല പറയുന്നത്.
അതിന്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. ആഹാരോ മഹാഭൈഷ്യജമുച്ചതി. ആഹാരം അതായത് ആഹാരമാണ് മഹാമരുന്ന്. കാരണം ഇപ്പൊ കൂടി പറഞ്ഞു, നമ്മൾ കോവിഡും മറ്റേതെല്ലാം വന്ന സമയത്ത് സമീകൃത ആഹാരം, നല്ലോണം ആഹാരം കഴിക്കണം, വിറ്റാമിൻസ് ഉള്ളത് കഴിക്കണം. അപ്പൊ അതാണ് ഇതൊക്കെ നമ്മൾ ഇത് പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മൾ പാലിക്കാൻ തയ്യാറല്ല. പ്രാണായാമേന യുക്തേന സർവരോഗക്ഷയാൽ ഭവേ. ശ്വാസോച്ഛ്വാസം പ്രാണാമയ രീതിയിൽ, അതായത് പ്രാണാമയ രീതിയിൽ, അത് അതിൻ്റെതായ രീതിയിലായിരിക്കും ചെയ്യുന്നവന് രോഗം ബാധിക്കില്ല എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് പരബ്രഹ്മ തപോനിഷ്ഠിതം ഹൃദയ തത്ര ആസേന ഉപാസന. ഉപാസനയുടെ പ്രസക്തിയും ഇവിടെ പറയുന്നത്. ആ ഉപാസന എങ്ങനെ അനുഷ്ഠിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമ്മയുടെ വിചാരം വന്നാൽ കുട്ടി അമ്മയുടെ മാറോട് അണയുന്നത് വരെ പിന്തിരിക്കാൻ പറ്റാത്ത വിധത്തിൽ ഇവൻ കളിപ്പാട്ടം കയ്യിൽ കൊടുത്താൽ പോലും അത് വലിച്ചെറിഞ്ഞ് അമ്മയെ തൻ്റെ പക്കലേക്ക് അടുപ്പിക്കുന്നത് പോലെയാവണം ഉപാസന. അങ്ങനെ ഉപാസനയിലൂടെ ധന്വന്തരി മൂർത്തിയെ ഉപാസിച്ച് കൊണ്ടാണ് ധന്വന്തരി ചികിത്സ നേടിയത് എന്നുകൂടി ഓർക്കണം. അപ്പോ ആ ഉപാസനയുടെ ശക്തി നമുക്ക് മനസ്സിലാവും. ഇത് തന്നെയാണ് തമിഴിൽ സിദ്ധവൈദ്യം എന്ന് ഒരു വൈദ്യം മുറയുണ്ട്. അവിടെ സിദ്ധന്മാർ നിർദ്ദേശിക്കുന്ന ആഹാര രീതിയെ നമ്മളൊന്ന് പരിശോധിച്ചാൽ നമുക്ക് വളരെ വ്യക്തമായി. അതായത് പച്ചക്കറികൾ അല്ലെങ്കിൽ ഇലക്കറികൾ അവർ നിർദ്ദേശിക്കുകയാണ്. ഞാൻ അവിടെ ഉള്ള സമയത്ത് അവിടെ അകത്തിക്കീര, വഷളക്കീര, ചെറുചീര, മണത്തക്കാളിക്കീര, ഇങ്ങനെ കണ്ട പല ചീരകളും ഇത് നമ്മുടെ ഒരുവിധം ഉള്ള രോഗങ്ങളെയെല്ലാം മാറ്റി നിർത്തും. മാത്രമല്ല പഴവർഗം കേട്ടിട്ടുണ്ടോന്നും അറിയില്ല, ഇളന്തപ്പഴം, തവിട്ടുപഴം, കുയ്യാപ്പഴം, ഡൊങ്കംപഴം, ഇങ്ങനെയാണ് ജീവസ്സുള്ള പഴങ്ങളാണ്. തമിഴ്നാട്ടിൽ കണ്ടുവരുന്ന ഒരു ചികിത്സാ രീതിയാണ് ഈ പറയുന്ന പച്ച മരുന്ന് രീതി. ഇതിന്റെ കാരണക്കാർ അഗസ്ത്യമുനി മുതൽ 64 തമിഴ് സിദ്ധയോഗികൾ പാടിയ അനേകം വൈദ്യഗ്രന്ഥങ്ങൾ ഉണ്ട്. അതിൽ പറയുന്ന കാര്യമാണ് ഞാനിപ്പോ വിവരിക്കുന്നത്. അച്ചപ്പ ഇന്നമൊരു വിവരം കേള് അരുളാന പുനീർ അൻപായി വാങ്ങി എന്നാണ് പറഞ്ഞത്. ഗ്രന്ഥം അഗസ്ത്യരുടെ അമൃതകല ജ്ഞാനം 1200 എന്നുള്ള പേജിൽ കാണാൻ സാധിക്കും. ഇവിടെ അവർ കണ്ട മരുന്നും അതിൻ്റെ പിന്നിലുള്ള അവരുടെ പ്രയത്നങ്ങളും നമുക്ക് മനസ്സിലാവും. ഇതൊക്കെ അവർ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഈ പറയുന്ന ജീവനെ രക്ഷിക്കണം. അപ്പോ ബന്ധനം ചെയ്ത പാഷാണം ഗുരുവിനെ പൂർണ്ണമായി അതിൽ ബന്ധനം ചെയ്ത് അതിൽ ബന്ധനത്തിൽ നവസാരം ചേർത്ത് പിന്നെ മഞ്ഞത്ത് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുഴുവനും ലായനിയായി രൂപാന്തരപ്പെടും. ഈ ലായനിക്കാണ് ജയനീർ എന്ന് യോഗികൾ പറയുന്നത്. ഈ ജയനീർ ചെമ്പ് ഉരുക്കി ഒഴിച്ചാൽ ചെമ്പിന്റെ ക്ലാവ് പരിപൂർണമായി മാറുമെന്നും ഋഷികൾ പ്രകീർത്തിക്കുന്നുണ്ട്. അപ്പോ ഋഷികൾ മരിച്ച ഉടൻ മൃതശരീരത്തെ ഈ ലായനിയിൽ മുക്കി നിശ്ചയ സമയം കഴിഞ്ഞ് എടുത്താൽ ആ മൃതശരീരം കേടുകൂടാതെയും ചീഞ്ഞഴിയാതെയും കോടിയുഗം ഇരിക്കുമെന്നും അവർ പറയുന്നു. അതിൽ പറയുന്നുണ്ട്, പാലപ്പ സെന്തിയിൽ കോടിയുഗം ഉരുകിനാലും തേയാത് വേഗാത് നിറം പോകാത് വേഗാത് ജ്ഞാനിദേഹം. അത്ര ഇതായിരിക്കും പറഞ്ഞത്. അപ്പൊ അതിൻ്റെ
അവർ മനസ്സിലാക്കിയ ഒരു രീതി അത്ര ഗ്യാരണ്ടി പറയാണ്. കാരണം പിന്നീട് അത് ഒരിക്കലും ഡീകമ്പോസ് ആവില്ല എന്നാണ് പറയുന്നത്. ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഈ ആധ്യാത്മിക വിഷയത്തെക്കുറിച്ച് അവർക്ക് ബോധമുണ്ട് എന്നുള്ളതാണ് അതിനുള്ള തെളിവ്. ആദിയന്റെ വൈദ്യം താൻ ബ്രഹ്മവിദ്യ. അപ്പോ ആദിയന്റെ വൈദ്യം താൻ ബ്രഹ്മവിദ്യ, അതാണ് ബ്രഹ്മവിദ്യ എന്നാണ് അവർ മനസ്സിലാക്കുന്നത്. ആത്മാവെ രക്ഷിച്ചാൽ അവനേ സിദ്ധൻ. അപ്പോ ആത്മാവിനെ ആരാണോ രക്ഷിക്കുന്നത് അവനാണ് സിദ്ധം. അതുകൊണ്ടാണ് സിദ്ധ വൈദ്യം, സിദ്ധ യോഗികൾ എന്ന് പറയാനുള്ള കാരണം. ഇതെങ്ങനെ അവർക്ക് കിട്ടുന്നു? അതായത് ബ്രഹ്മാനന്ദത്തിന് പകരം മറ്റൊന്നുമില്ല എന്ന് കൂടി അവർ രേഖപ്പെടുത്തും. അപ്പോ ഈ സസ്യങ്ങളിലേക്ക് മരുന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു കാരണം ഇതൊക്കെ തന്നെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മാത്രമല്ല, ഈ ഗുണം നമുക്ക് എങ്ങനെ പ്രിസർവ് ചെയ്യാൻ പറ്റും? അതാണ് നമ്മൾ പൊതുവെ കണ്ടുവരുന്നത് കഷായ രൂപേണ, സോളിഡ്, ഐ മീൻ ലിക്വിഡ് ഫോമിലാണ് അത് നമ്മുടെ ശരീരത്തിലേക്ക് വേഗം ആഗിരണം ചെയ്യുന്നത്. മാത്രവുമല്ല, നമ്മളുടെ പലപ്പോഴും പറയാറുണ്ട് ഈ പശുവിനെ കുറിച്ചല്ല, പശുവിൽ നിന്ന് എടുക്കുന്നതാണ് പഞ്ചഗവ്യം. ഈ പഞ്ചഗവ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 സാധനങ്ങൾ, പശുവിന്റെ 5 സാധനങ്ങൾ. അത് വളരെ ഔഷധം വീര്യമുള്ളതാണ്. ക്യാൻസർ പോലും അങ്ങനെ കണ്ട രോഗങ്ങൾക്കെല്ലാം മാറാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ ഒരംശം ചാണകം, മൂത്രം, പാല്, തൈര്, നെയ്യ്, ഇവ 5ഉം ചേർത്ത് ഔഷധക്കൂട്ടായി നിർമ്മിക്കുന്ന രീതിയാണ് പഞ്ചഗവ്യത്തിന്റെ പൊരുൾ. മാത്രവുമല്ല, നമ്മൾ കേട്ടിട്ടുണ്ടാവും 101 ആവർത്തനം. ആവർത്തനം എന്ന് പറഞ്ഞു വെച്ചാൽ അതായത് പൊട്ടൻസൈസേഷൻ എന്നാണ് പറയാ. ആ പൊട്ടൻസൈസേഷൻ, ആ ആവർത്തന രീതി ഹോമിയോയിലും ഉണ്ട്. അപ്പൊ അതിന്റെ ഫലം അല്ലെങ്കിൽ അതിന്റെ എഫക്റ്റ് എത്രയാണെന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നേ ഉള്ളൂ. പ്രകൃതിദത്തമായ രീതിയിൽ സൂക്ഷിക്കണം, എന്നാൽ മാത്രമേ ആ തനിമ എപ്പോഴും ആ മരുന്നിനും എല്ലാം ചോരാതെ നമുക്ക് കിട്ടുകയുള്ളൂ. അത് പണ്ട് ചെയ്തവർ എങ്ങനെയാണെന്ന് വെച്ചാൽ മൺപാത്രം, കുപ്പി ഗ്ലാസ്, ഇവയൊന്നും അതുമായിട്ട് ഇതാവില്ല, ഒരു റിയാക്ഷൻ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അതിൽ തന്നെ പ്രിസർവ് ചെയ്യണമെന്ന് നിർദ്ദേശിക്കുന്നത്. ചില മരുന്നുകൾ യാമങ്ങളിൽ അല്ല നക്ഷത്ര ദിവസം, ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, എന്നിരുന്നാലും ഞാനൊന്ന് അത് ഓർമ്മപ്പെടുത്താം. അപ്പോൾ അതിൽ ഒരു സെഗ്രിഗേഷൻ ആ സർട്ടൻ സമയത്ത് അത് നല്ലവണ്ണം ഉണ്ടാവും. അപ്പോൾ ആ മരുന്നിന്റെ എസൻസ് നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇതിൽ തന്നെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനൊക്കെ അതിന്റെ ഗുണം സിദ്ധിക്കാത്തത്. ദോഷഫലം ഞാൻ ഉദാഹരണം പറയാം. നമ്മൾ ഇന്ന് പ്രയോഗിക്കുന്ന രാസവള പ്രയോഗം കൊണ്ട് അതിലുള്ള മരുന്നിന്റെ തന്മാത്ര എന്ത് ചെയ്യും? മാറ്റം സംഭവിക്കും. അപ്പോൾ നമുക്ക് ഉദ്ദേശിച്ച ഫലം നമുക്ക് കിട്ടുകയില്ല. ഒന്ന്. രണ്ടാമത്തേത്, വംശനാശം വന്ന ചില മരുന്നുകൾക്ക് വംശനാശം വന്നിട്ടുണ്ടാവും. അത് അതിന് എന്താ വെച്ചാല് പകരം വേറെ മരുന്നുകൾ കൂട്ടിയിട്ട് തരുന്നതാണ്. അപ്പൊ ഇതൊന്നും അന്ന് കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇന്ന് ഒരു വ്യാപാര അതായത് കച്ചവട മനോഭാവമായതുകൊണ്ട് എങ്ങനെങ്കിലും പൈസ ഉണ്ടാക്കാനുള്ള ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, അന്ന് അവർ വളരെ നിഷ്കർഷിച്ചാണ്, അതായത് ഊഷ്മാവ്, ഒരു ഊഷ്മാവിൽ ഒരു മരുന്ന് ഇന്ന ഊഷ്മാവിൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ, അല്ലാത്തത് അവര് അന്ന് കളയുമായിരുന്നു. ഇന്നതല്ല, ഇന്നത് കളയില്ല. ഊഷ്മാവിന്റെ തെറ്റിക്കഴിഞ്ഞാൽ അതിന്റെ ഗുണം ഉണ്ടാവില്ല. അപ്പോ ആ ഊഷ്മാവ് കിട്ടണമെങ്കിൽ അതിന് പ്രത്യേക വിറക് കൂടി നിശ്ചയിച്ചിട്ടുണ്ട്. എല്ലാ വിറകും വെച്ച് എരിക്കാൻ പാടില്ല, തീ ഉണ്ടാക്കാൻ പാടില്ല എന്നുകൂടി നിഷ്കർഷിക്കുന്നുണ്ട്. അപ്പോ ഇതൊക്കെ നമ്മളുടെ മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തു വന്നത്. മാത്രവുമല്ല, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പഞ്ചഭൂത ഉപാസന, ആകാശം, വായു, ജലം, ഇത് ഈ രീതിയിലാണ്.
ഇതൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഔഷധ നിർമ്മാണത്തിൽ പിന്നെ വളരെ ശ്രദ്ധാകുലമായിട്ട് നമ്മൾ പിന്തുടരേണ്ടത്. പിന്നെ പറഞ്ഞു ത്രിഫലാവിനെ പറ്റി പറഞ്ഞു. നെല്ലിക്ക, കടുക്ക, നെല്ലിക്ക, താനിക്ക, ഇത് 3 ത്രിദോഷങ്ങളെയും പിന്നെ ഭേദപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ എക്സ്റ്റേണൽ അഫയേഴ്സ്, ഇതിന്റെ തൊലിപ്പുറത്തുണ്ടാകുന്ന രോഗങ്ങൾ മുതലായവ. അപ്പോൾ ഇതൊക്കെ അവർ വളരെ സൂക്ഷ്മമായ രീതിയിൽ വിശകലനം ചെയ്തിട്ട് മനുഷ്യന്റെ ശരീരത്തിന് അനുയോജ്യമായ രീതിയിലാണ് കണ്ടെത്തിയിട്ടാണ് വെളിപ്പെടുത്തുന്നത്. പക്ഷെ ഇന്നത്തെ തലമുറകൾക്ക് അതിനൊന്നും നേരമില്ല. എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കാം എന്നുള്ള രീതിയിലാണ് നമ്മളുടെ പോക്ക്. അത് ഗുണത്തെക്കാളേറെ ദോഷമേ ഉണ്ടാക്കുകയുള്ളൂ. അതിന് ശാസ്ത്രത്തിനെ പഠിച്ചതുകൊണ്ട് ഒരു കാര്യവും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. ഇത് നമ്മളുടെ ശരീരത്തിന്റെ ബാഹ്യമായ രീതി. ആന്തരികമായിട്ടും നമുക്ക് ചില അതായത് മോൾഡിങ് നമുക്ക് നടത്തേണ്ടത്. ഇതിന് തമിഴില് തിരുവള്ളുവർ എന്ന ഒരു മുനി തൻ്റെ തിരുക്കുറളിൽ മനുഷ്യ ശരീരത്തെ മനസ്സിലാക്കി 3 ഭാഗമായി തരംതിരിച്ചിട്ടുണ്ട്. അറത്തുപ്പാൽ എന്ന് പറഞ്ഞാൽ അറം ചെയ്യ വിരുമ്പ്, അതായത് ധർമ്മം, അതായത് ആധ്യാത്മിക ജീവിതം എങ്ങനെ നമ്മൾ കൊണ്ടു നടക്കണം എന്നുള്ള രീതിയാണ് അതിൽ പറയുന്നത്. അതിൽ കുറെ കാര്യങ്ങളുണ്ട്. ഞാനൊരു ഇത് മാത്രം പറഞ്ഞു പോവാം. കാരണം നമ്മുടെ ശരീരത്തിന്റെ എത്ര കണ്ട് അവർ പിന്നെ അതിനെ മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ടാണ് പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ പൊരുൾപ്പാൽ, അലൗകിക ജീവിതം. പൊരുൾപ്പാൽ എന്ന് പറയുന്നത് അലൗകിക ജീവിതം. പിന്നെ സെക്ഷൽ ലൈഫ്, എങ്ങനെ സെക്ഷൽ പിന്നെ കൊണ്ടു നടക്കണം, അതിനെ കാമത്തുപ്പാൽ എന്ന് പറയും. അതായത് ലൗകിക ജീവിതം. ഇങ്ങനെ 3 തരത്തിലാണ് അദ്ദേഹം തിരിച്ചിരിക്കുന്നത്. തൻ്റെ മനസ്സിനെ എങ്ങനെ ആരോഗ്യകരമായി കാത്തു സൂക്ഷിക്കാമെന്ന് മനോഹരമായി പറഞ്ഞു തരുന്ന ഒരു മാർഗം കൂടി അത് നമുക്ക് കാണാം. ഉദാഹരണത്തിന്, കാറ്റുള്ള പോതി തൂറ്റിക്കൊൾ എന്നാണ് തമിഴിൽ പറയുക. ഇത് മലയാളത്തിൽ പറയുമ്പോൾ അവസരം പാഴാക്കാതെ, കിട്ടുന്ന അവസരം പാഴാക്കാതെ, കാറ്റുള്ള പോതി തൂറ്റിക്കൊൾ. ഇത് മനോഹരമായ ഓരോ വാക്കുകളാണ്. കെടുവാൻ കേട് നിമിപ്പാൻ, അതായത് മലയാളത്തിൽ പറയുമ്പോൾ വിനാശകാലേ വിപരീത ബുദ്ധി. ഇങ്ങനെ മനസ്സിന്റെ അവസ്ഥകളെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഡിറ്റർമിൻ ചെയ്തിരിക്കാം. കുറ്റമുള്ള നെഞ്ചിൽ കുറുകുറുക്കും, കള്ളലക്ഷണം മുഖത്തിൽ പ്രതിഫലിക്കും എന്നാണ്. അടുത്തത് പറയുന്നത്, എനൈത്താനും നല്ലവൈ കേൾപ്പിൻ അനൈത്താനും ആണ്ട്ര പെരുമയെ തരും, നല്ല വാക്കും നല്ല നടപ്പും. അതായത് ഉള്ളംകൈ നെല്ലിക്ക പോലെ, അതായത് മുമ്പേ ഇനിക്കും മുമ്പേ കസക്കും പിൻപേ ഇനിക്കും എന്നുള്ള രീതിയിൽ ആദ്യം പറയുന്നത് നമുക്ക് അത് ഉൾക്കൊള്ളാനാവില്ല, പിന്നീട് അതിന്റെ കൃത്യം മനസ്സിലാവുള്ളൂ. വാളിനും കൊടിയത് നാം, വാളിനും കൊടിയത് നാം. അങ്ങനെ പറയാനുള്ള ഒരു കാരണം, വാള് കണ്ട് മുറിഞ്ഞ മുറിവ് മരുന്ന് വെച്ച് ഉണക്കാൻ സാധിക്കും. പക്ഷേ നാവ് കൊണ്ട് മുറിഞ്ഞ ഒരു മനസ്സ്, അതിന് മരുന്നില്ല. അതുകൊണ്ടാണ് വാളിനും കൊടിയത് നാവെന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് യാഗാവാരാനും, അത് കുറച്ചും കൂടി നന്നാക്കിയിട്ട് പറയാണ്, യാഗാവാരായിനും നാ കാക്ക സോ കാക്ക ചൊല്ലിഴിക്കപ്പെട്ട്. ഏതൊരാളും വർത്തമാനം പറയുമ്പോൾ അവന്റെ നാവിനെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അപ്പോ ഇത്തരം കണ്ട നമ്മളിലും മറ്റുള്ളവർക്കും അവരുടെ മാനസികാവസ്ഥയും മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മളുടെ മനസ്സ് പാകപ്പെടുത്തേണ്ടത്. അങ്ങനെ പാകപ്പെടുത്തുമ്പോൾ മാത്രമേ ഒരു പക്വതയും ഇതുകൊണ്ടാകും. പിന്നെ വിദ്യാഭ്യാസത്തിനെ പറ്റി പറയുന്ന സമയത്ത്, സെൽവത്തുൾ സെൽവം സെവിച്ചെൽവം അച്ചെൽവം സെൽവത്തുൾ എല്ലാം തലൈ. അതിനോളം വലിയ ഒരു ധനം വേറെ ഒന്നുമില്ല എന്നാണ്. അറിവ്, കേട്ടറിവ്. അത് തന്നെയാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത് വിദ്യാധനം സർവധന പ്രധാനം. അങ്ങനെ പറയാനുള്ള കാരണം, ആ ധനം ഒരാൾക്കും
കട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, കള്ളന് കട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. മറ്റുള്ള ധനങ്ങളൊക്കെ അവർക്ക് മോഷ്ടിക്കാൻ സാധിക്കും. ഈ ഒരു ധനം, അതുകൊണ്ടാണ് സെൽവത്തുൾ സെൽവം സെവിച്ചെൽവം അച്ചെൽവം സെൽവത്തുൾ എല്ലാം തലയും എന്ന് പറഞ്ഞത്. പിന്നെ ജീവിതം എങ്ങനെ നയിക്കണം എന്നും കൂടി മനോഹരമായിട്ട് പറഞ്ഞു. പിറവി പെരുങ്കടൽ നീത്തുവർ നീത്ത ഇറവൻ അടി ചേരാക. അതായത് നമ്മളുടെ ജീവിതം ഒരു സമുദ്രം, കടൽ പോലെയാണ്. ആ കടലിലുള്ള തിരമാലകൾക്ക് എതിരെ നീന്തിയാൽ മാത്രമേ അക്കരെ കടക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെയാണ് ജീവിതത്തിൽ പ്രതിസന്ധികൾ തരണം ചെയ്യാൻ ആവണം. അതായത് ജീവിത ലക്ഷ്യം നേടാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് വളരെ അടിക്കുറിപ്പോടെ പറയുകയാണ്. അപ്പോൾ ഇത്തരം കണ്ട അറിവുകൾ സമ്പാദിച്ച് മനുഷ്യന്റെ ഒരു മനപരിവർത്തനത്തിലേക്ക് നീങ്ങേണ്ടത് ഉണ്ട് ഈ വരും തലമുറകൾ. പിന്നീട് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതും ചെയ്തതും അതിന് ഒരു ചെറിയൊരു ഉദാഹരണം അവർ കൂടി പറയുന്നുണ്ട്. പുനീർ എന്ന ഒരു സിദ്ധ ഔഷധം, ഇത് ചതുപ്പ് നിലത്തില്, ഇത് തമിഴ്നാട്ടിൽ കാണുന്ന ഒരു ഇതാണ്. അതായത് കോയമ്പത്തൂർ മാവട്ടത്തിൽ അവിടെയാണ്, പൊള്ളാച്ചിയിലാണല്ലോ ഈ പഴനി, അതിനോടനുബന്ധിച്ചുള്ള ഒരു മരുന്നാണ് സിദ്ധ ഔഷധം. അതായത് അവരെ മാസത്തിൽ പറയുന്ന മാസി, പങ്കുനി, ചിത്രൈ. നമ്മൾ പറയുന്ന മലയാളത്തിൽ കുംഭം, മീനം, മേടം, ഈ 3 മാസങ്ങളിൽ മാത്രമേ അത് കിട്ടുകയുള്ളൂ ഭൂമിയിൽ നിന്ന്. അതായത് വെളുത്ത വാവ് ദിവസം 2-3 ദിവസം മുൻപ് രാത്രിയിൽ 12 മുതൽ 3 മണി വരെ പൊന്തി വരും. അത് ഒരു ശബ്ദത്തോടുകൂടി, മൂർഖൻ പാമ്പിന്റെ ചീറ്റൽ പോലെ ഭൂമിനാഥം, അതിനെ കേൾക്കാം എന്നാ പറയുന്നത്. അതിന് ഭൂമിനാഥം എന്ന് പറഞ്ഞാൽ അത്ര വളരെ മൈന്യൂട്ടായിട്ടാണ് അവിടെ ശ്രദ്ധിക്കുന്നത്. ആ ലായനിക്ക് പുളിപ്പും ചവർപ്പും കലർന്ന സ്വാദ്. ഇതിനെ അവർ പറയുന്നത് ഭൂമിയിലെ ആർത്തവ പുനീർ എന്നാണ്. അത് 10-1 ഭാഗം അതായത് 10 ഭാഗം ശുദ്ധജലവും 1 ഭാഗം പുനീറും ശേഖരിച്ച് വറ്റിച്ച് എടുക്കുന്ന അതിനെയാണ് ദീക്ഷ എന്ന് പറയുന്നത്. ഇങ്ങനെ 10 പ്രാവശ്യം ആവർത്തിച്ച് ചെയ്താൽ ദശ ദീക്ഷ ചെയ്ത പുനീർ എന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് അതിന്റെ മൂപ്പ് പാകത്തിന് യുക്തമെന്ന് യോഗികൾ പ്രസ്താവിച്ചിരിക്കുന്നത്. ഇത് വളരെ പ്രയാസകരമാണ് ആക്കിയെടുക്കാൻ. അതിന്റെ കുറച്ചും കൂടി എന്നെ പറഞ്ഞുതരാം. മനുഷ്യൻ ആരോഗ്യത്തോടെ, ഈശ്വര ചിന്തയോടെ, ഉദ്ദേശത്തോടു കൂടിയാണ് ബോഹർ മുനികൾ ഈ പാഷാണത്തെ കൊണ്ട് നിർമ്മിച്ച വിഗ്രഹം പഴനിയിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ആർക്ക് വേണ്ടിയാ? അതായത് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി. എന്തുകൊണ്ടാണ്? ആരോഗ്യത്തോടും ഈശ്വര ചിന്തയോടും ജീവിക്കട്ടെ എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അവർ ഇത് കണ്ടുപിടിച്ച് ആ ഒരു വിഗ്രഹം അവിടെ പ്രതിഷ്ഠിക്കുന്നത്. വിഗ്രഹ കർത്താവായ 18 സിദ്ധ യോഗികളിൽ 8ാം സ്ഥാനമാണ് നവപാഷാണങ്ങളെ ഉരുക്കി വാർത്തുണ്ടാക്കിയ നവപാഷാണ വിഗ്രഹം. ഇന്നും അവിടെ നമുക്ക് ചെന്നാൽ കാണാൻ സാധിക്കും. എന്താണ് ഈ നവപാഷാണം എന്നുകൂടി നമുക്കൊന്ന് നോക്കാം. നവം എന്ന് പറയുമ്പോൾ 9 പാഷാണങ്ങൾ. അതായത് ഒന്നാമത്തത് പാദരസം. പാദരസം എന്ന് പറയുന്ന മെർക്കുറി. ഗന്ധകം, സൾഫർ. ഈ സൾഫറിന്റെ ഗുണം ഭയങ്കരമാണ്. കിങ് ഓഫ് മെഡിസിൻ എന്നാണ് ഹോമിയോയിൽ പറയുന്നത്. ജാതിലിംഗം, മെർക്കുറി, അതായത് മെർക്കുറി സൾഫൈഡ്. സവീര്യം, പെർക്ലോറൈഡ് ഓഫ് മെർക്കുറി. രസകർപ്പൂരം, ബൈക്ലോറൈഡ് ഓഫ് മെർക്കുറി. താളകം, യെല്ലോ സൾഫറേറ്റ് ഓഫ് ആർസോണിക്.
ആർസനിക്, സിങ്ക്, പ്ലംബി അല്ലെങ്കിൽ പ്ലംബി ഓക്സൈഡ്, വെള്ളപ്പാഷാണം, അതിനെ വൈറ്റ് ആർസനിക്. ഇതൊക്കെ വിഷമുള്ള സംഗതികളാണ് എല്ലാം. എവറിത്തിങ് ഇസ് പോയ്സണസ് ആണ്. മനോസില, റെഡ് ആർസനിക്. ഇങ്ങനെ 9 പാഷാണങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ് ആ വിഗ്രഹം. അത് മാത്രമല്ല, വളരെ കുറഞ്ഞ ഊഷ്മാവിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പുകഞ്ഞ് ഇല്ലാതാവും സ്വഭാവമാണ്. അങ്ങനത്തെ ഒരു സ്വഭാവത്തെ മാറ്റി, അതായത് 10,000 ഡിഗ്രി വരെ പുകഞ്ഞു പോവാത്ത രീതിയിൽ, ചൂടാക്കിയാൽ പുകഞ്ഞു പോവാത്ത രീതിയിൽ സ്വഭാവ മാറ്റ പ്രക്രിയ ഉണ്ടാക്കിയെടുക്കുന്നതാണ് പാഷാണക്കെട്ട് എന്ന് പറയുന്നത്. ഇനി എന്താണത്? പാഷാണക്കെട്ട് എന്ന് പറയുന്നത്. അതിൽ അല്ലെങ്കിൽ പാഷാണ ബന്ധനം എന്ന് പറയും. ഇത് അബ്നോർമൽ ഗ്രോത്ത്സ് ഓഫ് ക്യാൻസർ സെൽസ് അടക്കം ഒരു സിദ്ധ ഔഷധം എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെ അവിടെയുള്ള പൂജാരിമാർ ഇതൊക്കെ പരണ്ടി വിഗ്രഹത്തിന് കോട്ടം കെട്ടിയത് കുറെ ആൾക്കാർ അത് അടിച്ചു മാറ്റാൻ തുടങ്ങി. അങ്ങനെ അതിന് കേസ് കൊടുത്തു. കോടതിയിൽ ചെന്നതിന് ശേഷം പാലഭിഷേകം ചെയ്യുന്ന ആ സമ്പ്രദായം നിർത്തി. ഇപ്പോ അതിന് പകരം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ തലേ ദിവസം ആ വിഗ്രഹത്തിൽ ചന്ദനം ശിരസിൽ ഇതാക്കിയിട്ട് പിറ്റേന്ന കാലത്ത് ഭക്തന്മാർക്ക് ഓരോ കുന്നിക്കുരു മണ്ണത്തിൽ ഭക്തന്മാർക്ക് കൊടുക്കും. ഇത് ശരിക്കും അവർ പറയുന്ന വെച്ചാൽ 45 ദിവസം കഴിച്ചു കഴിഞ്ഞാൽ ഒരു മണ്ണല കാലം ശരിക്കും ഈ രോഗങ്ങൾ മാറുമെന്നാണ് പറയുന്നത്. ഇത്തരം കണ്ട ക്രോണിക് ഡിസീസ് എല്ലാം മാറാനുള്ള ഔഷധ വീര്യം അതിലുണ്ടെന്നാണ് ഉണ്ടാവും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഹോമിയോ പഠിച്ച ആൾക്കാർക്ക് ഇതിനെപ്പറ്റി അതിന്റെ മനസ്സിലാവും. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പോയ്സൺസ് ആണ്. ഇതൊക്കെ ആ രീതിയിൽ ആക്കി എടുക്കുമ്പോൾ അത് മാറാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ടാവുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പോ ഇതൊക്കെ പറയുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മളുടെ ശരീരത്തിനെ എങ്ങനെയെല്ലാം സൂക്ഷിക്കാം, അത്ര മനോഹരമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ തലമുറകൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല. അപ്പൊ ഇത്തരം കണ്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നീട് വരുന്ന ഒരു ശാസ്ത്ര രീതിയാണ് നാച്ചുറോപ്പതി. ഈ നാച്ചുറോപ്പതി 1895 ബെനഡിക്ട് ലെസ്റ്റ് എന്ന ആളാണ്. ഇയാള് ഫാദർ ഓഫ് US നാച്ചുറോപ്പതി എന്നാണ് പറയുന്നത്. ഞാൻ അതിന്റെ ഒരു കണ്ടന്റ് മാത്രം പറയാം. ആ നാച്ചുറോപ്പതിന്റെ അടിസ്ഥാനം തന്നെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയിങ് നോൺ ടോക്സിക്. അപ്പൊ ടോക്സിക് ഇല്ലാത്ത, വിഷമയമല്ലാത്ത എന്നാണ് ഇപ്പൊ പ്യൂരിഫിക്കേഷൻ അതിൻ്റെ ഇതിൽ. അതായത് അവർ പറയുന്നത് ഒരു 7 കാര്യങ്ങളാണ് ബേസായിട്ട് പറയുന്നത്. സംഘർഷമില്ലാത്ത മാനസികാവസ്ഥ. നോക്കൂ, സംഘർഷമില്ലാത്ത മാനസികാവസ്ഥ. ഹിതവും മിതവുമായ ആഹാര രീതി. ഇതിനാണ് അവർ ഇമ്പോർട്ടൻസ് പറയുന്നത്. വിശക്കുമ്പോൾ മാത്രം ആഹാരം കഴിക്കുക. എളുപ്പത്തിൽ ദഹിക്കുന്ന ഭക്ഷണം മാത്രം കഴിക്കുക. പരിമിതമായ ആഹാരം. അമിത ആഹാരം പാടില്ല. സസ്യ സമീകൃത ആഹാരം. ഇതൊക്കെയാണ് ആ നാച്ചുറോപ്പതിയിൽ ഫണ്ടമെന്റലായിട്ട് പറഞ്ഞു തരുന്നത്. അത് നാച്ചുറോപ്പതി. അതൊരു ജസ്റ്റ് ഒരു ഗ്ലിംസ് ഓഫ് നോളജിന് വേണ്ടി മാത്രം ഞാനത് പറയാം. അടുത്തത് നമുക്ക് പരിചിതമായ ഹോമിയോപ്പതി. 1796 ആ കാലഘട്ടത്തിലാണത്. എന്റെ അഭിജ്ഞാവെന്ന് വെച്ചാൽ സാമുവൽ ഹാനിമാൻ, ഇദ്ദേഹം ജർമ്മൻ ഫിസിഷ്യനാണ്. ഇയാള് അലോപ്പതിയുടെ വക്താവാണ്. സിമിലിയ സിമിലിബസ് ക്യൂറൻഡ. അതായത് അദ്ദേഹം ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ അതിൽ ഉള്ള പോരായ്മകൾ, മനുഷ്യരാശിക്ക് വരുന്ന
കുഴപ്പങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഹോമിയോപ്പതിയിലേക്ക് വന്നത്. ഇത് എത്ര ഡോക്ടർമാർ മനസ്സിലാക്കിയിട്ടുണ്ടാവുന്ന എനിക്ക് സംശയം. കാരണം ഇന്ന് ഇവർ രണ്ട് പേരും തമ്മിൽ പോരടിക്കുകയാണ്, ഹോമിയോപ്പതിയും അലോപ്പതിയും. അദ്ദേഹം പറയുന്നത് സിമിലിയ സിമിലിബസ് ക്യൂറന്റാൻ, സമം സമേന സംയതേ. ഇവിടെ മൈൻഡ് റീഡിങ്ങിനാണ് അദ്ദേഹം പ്രസക്തി, അതായത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇത് മെറ്റീരിയ മെഡിക്ക, കെൻത്തിന്റെ മെറ്റീരിയ മെഡിക്കയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു. മാത്രമല്ല ത്രിദോഷത്തെ പോലെ തന്നെ 3 മയാസങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് ഹോമിയോ. ഇതൊരു അലോപ്പതി ഡോക്ടറാണ് നിശ്ചയിക്കുന്നത്. അതാണ് ഇതിന്റെ രസകരം. അത് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം. അതായത് സൊറിയാസിസ്, ഇച്ചിങ് ടെൻഡൻസി, അതായത് അവിടെ ചൊറി എതിരിക്കും, ആ സ്പോറോസിസ് അതിൻ്റെതാണ്. ദെൻ സിഫിലിറ്റിക്സ്, വെനേറൽ ഡിസീസ്. തേർഡ് വൺ സൈക്കോസിസ് മയാസ്, സ്ട്രിഗ്വാട്ട് ഡിസീസ്. ആ ഈ ഉരുണ്ട് അത് കാണും. അങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോ ഈ ഹോമിയോപ്പതിന്റെ പ്രിൻസിപ്പിൾ എങ്ങനെയാന്ന് പറഞ്ഞു വെച്ചാൽ പ്രീ ഡിസ്പോസിഷൻ ആസ് വെൽ ആസ് ജെനറ്റിക്സ്, ഇത് രണ്ടാണ്. അപ്പോ അതിന്റെ കാസ് ഓഫ് ആ റൂട്ട് കൂടി മനസ്സിലാക്കിയാൽ മാത്രമേ പിന്നെ ആ രോഗചികിത്സക്ക് ശരിയായ ഒരു ഫലം ഉണ്ടാവും. അത് കുറച്ച് ഇതാണ് എൻ്റെ അനുഭവം കൂടി ഞാനൊന്ന് പറഞ്ഞുതരാം. അവിടെ രോഗത്തിനെയല്ല ചികിത്സിക്കുന്നത്, രോഗകാരണത്തെയാണ് ചികിത്സിക്കുന്നത്. അതുകൊണ്ടാണ് അത് കുറച്ച് ടഫസ്റ്റ്, കുറച്ച് ഇതാണ്. അങ്ങനെ രോഗകാരണത്തെ ചോദിച്ചറിയുന്നത് കൊണ്ടാണ് അവര് ഹിസ്റ്ററി ചോദിക്കുന്നത്. ഒരു മനുഷ്യന്റെ ഹിസ്റ്ററി ചോദിച്ച് മനസ്സിലാക്കുന്നത്. എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ അമ്മക്ക് മലേറിയ ഡിസീസ് വന്നിട്ട് വളരെ പ്രയാസപ്പെട്ടു പോയി. അതായത് മരണശൈലി കിടന്നതാണ്. അങ്ങനെ മലേറിയ വന്നപ്പോ ക്വൈനൈൻ, അതിന്റെ മരുന്ന് അതാണ്, മലേറിയക്ക് പറ്റിയ മരുന്ന്. അത് കഴിച്ചു. എങ്ങനെയോ പിന്നെ ഭഗവാന്റെ കടാക്ഷം കൊണ്ട് അവർ രക്ഷപ്പെട്ടു. എന്നതിന് ശേഷം അമ്മയുടെ ശരീരം വളരെ സൃഷ്ടിച്ച് പിന്നെ ഒരു കോലമെല്ലാം നശിച്ചു പോയി. പിന്നീട് അമ്മയ്ക്ക് ഏത് സമയത്തും ഈ പറയുന്ന ഒരു മൈഗ്രെയിൻ്റെ കുഴപ്പം, അതുവരെ മൈഗ്രെയിൻ ഉണ്ടായിരുന്നില്ല, മൈഗ്രെയിൻ്റെ ഒരു കുഴപ്പങ്ങൾ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ മൈഗ്രെയിൻ്റെ ഞാനിതിങ്ങനെ നേരത്തെ ഉള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ അതേപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ, വയറിന് ഈ മലേറിയ വന്ന, ഞാനത് കെന്തിന്റെ ബുക്കിൽ വായിച്ചു നോക്കുമ്പോൾ അത് വയറിനെ എഫക്ട് ചെയ്യുന്നു കണ്ടു. അപ്പൊ അതിന്റെ സിംറ്റംസും അമ്മേന്റെ സിംറ്റംസും എല്ലാം നോക്കുമ്പോൾ ഒരു ദിവസം ഞാനൊരു ഫൈനൽ ഡിസിഷനിലെത്തി. ആ കെന്തിന്റെ ആ പുസ്തകത്തിൽ മെറ്റീരിയ മെഡിക്കയിൽ ഈ പറയുന്ന ബ്രയോണിയ, അമ്മേന്റെ ദേഹപ്രകൃതം ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ എനിക്ക് തോന്നി ബ്രയോ എന്ന് കൊടുത്താൽ. അങ്ങനെ ഒരു 3 ഡോസ് ബ്രയോ കൊടുത്തു. അതോടുകൂടി തന്നെ നമുക്ക് കോൺസ്റ്റിപ്പേഷന്റെ ഇത് വന്നു, കുഴപ്പം നീങ്ങി. മൈഗ്രെയിൻ പിന്നെ ഒരിക്കലും അത് വന്നിട്ടില്ല. അപ്പൊ ഇങ്ങനെ നമ്മൾ കാരണം എനിക്കത് അമ്മേൻ്റെതായത് കൊണ്ട് എനിക്ക് അതിന്റെ റൂട്ട് കോസ് ഓഫ് റൂട്ട് അത് മനസ്സിലായി. അതുകൊണ്ട് എനിക്കത് കൊടുക്കാൻ പറ്റി. അതോടുകൂടി അത് ആയി. അപ്പോൾ ഇങ്ങനെയാണത്. അപ്പോൾ ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥ എങ്ങനെയാണെന്നുള്ള കൂടി അത് ശരിയാണ്. മൈൻഡ് റീഡിംഗ് ആണ് ഹോമിയോപ്പതി പറയുന്നത്. ഇത് തന്നെ, ഈ മൈൻഡ് റീഡിങ് തന്നെ ആയുർവേദത്തിലും ഉണ്ടായിരുന്നു. പോയി കഴിഞ്ഞാൽ നാടി പരിശോധിക്കും, കണ്ണ് നോക്കും, പിന്നെ നഖം പരിശോധിക്കും. ഇതൊക്കെ പരിഗണിച്ചാൽ അവന്റെ സൂക്ഷ്മ ശരീരത്തെയാണ് അവർ ഗ്രഹിക്കുന്നത്. അങ്ങനെ നമ്മളുടെ സൂക്ഷ്മ ശരീരം നമുക്ക് ഗ്രഹിക്കാനാണ്.
അലോപ്പതിയിലെ പോലെ തന്നെ എല്ലാ മരുന്നും എല്ലാവർക്കും ഒരുപോലെ പ്രവർത്തിക്കണമെന്നില്ല. ഈവൻ അലോപ്പതിയിൽ തന്നെ സംശയമാണ്. കാരണം അത് സ്വാധീനം ചെലുത്തണമെന്നില്ല. ഹോമിയോയിൽ ഒരു മരുന്ന്, അതാണ് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരീരം, ഘടന പിന്നെ വ്യത്യസ്തം വരുമ്പോൾ അതിനനുസരിച്ച് ഇപ്പോ അക്കനൈറ്റ് ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ആ രോഗത്തിന് പ്രതിയായിക്കോണമെന്നില്ല. അപ്പോ അവന്റെ മൈൻഡും അവന്റെ ശരീരവും മനസ്സിലാക്കി വേണം അത് കൊടുക്കാൻ. പക്ഷേ ഇതിൽ തന്നെ പറയുന്നത് ഈ സൾഫർ എന്ന് പറയുന്നത് കിങ് ഓഫ് മെഡിസിൻ. അത് ഏത് ആൾക്കും കൊടുക്കും. പക്ഷെ അതിന് ചില ശരീരത്തിന് അഗ്രവേഷൻ ഉണ്ടാവുന്ന പറയുന്നത്. അപ്പോൾ അതിന്റെ ഫോളോ റെമഡി കൊടുക്കുന്നു. ഇത്തരം കണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സൂക്ഷ്മ ശരീരത്തെ മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ നിർദ്ദേശിച്ചത്, മരുന്നുകൾ നിർദ്ദേശിക്കുന്നത്. അതുപോലെ ആവണം നമ്മളുടെ ജീവിതത്തിലും. പിന്നെ നമ്മളുടെ സൂക്ഷ്മ ശരീരത്തെ ഗ്രഹിക്കാൻ ഈ പറയുന്ന മരുന്നുകൾ, ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ഡോക്ടർമാർ പരസ്പരം പഴിചാരിയാണ്. ഞാനാണിത് ഈ ശാസ്ത്രം മുഴുവൻ നമ്മുടെ മാനവരാശിക്ക് വേണ്ടിയിട്ടാണ്. അത് ആര് എന്ത് നല്ല കാര്യങ്ങൾ കണ്ടുപിടിച്ചാലും കൊണ്ടാലും അത് മാനവരാശിക്ക് ഉപയോഗപ്രദമായിരിക്കും. അത് വിഷമുള്ളതല്ലേ. ഒരു ഡോക്ടർ എങ്ങനെ പറയുന്ന കേട്ടാ, അത് ആർസനിക്കിനെ പറ്റി പറയുമ്പോൾ എനിക്കാണ് വളരെ ചിരി വന്നു. അത് വന്നു. അപ്പോ നമ്മൾ ഈ പറയുന്ന എല്ലാ പിന്നെ അലോപ്പതി ആയാലും ഹോമിയോപ്പതി ആയാലും ഈ പറയുന്ന ഇതിൽ നിന്നാണ് എടുക്കുന്നത്. അതായത് പ്ലാന്റ് കിങ്ഡം, അനിമൽ കിങ്ഡം, മിനറൽ കിങ്ഡം, നോസോഡ്സ്, ഇതൊക്കെയാണ്. നോസോഡ്സ് എന്ന് പറയുന്ന വിഷമാണ്. അലോപ്പതിയിൽ വിഷമില്ലാത്ത സാധനങ്ങളുണ്ടോ? എല്ലാം വിഷമയം തന്നെയാണ്. പക്ഷേ വിഷം ഈ പറഞ്ഞ പോലെ സമം സമയേന സാമ്യതേ, ആ ഒരു പ്രിൻസിപ്പലിന്റെ മോളാണ്. അത് മുള്ളിനെ മുള്ളു കൊണ്ട് എടുക്കാം എന്നല്ലേ പറയുന്നത്. അതുപോലെയാണ് അതിന്റെ പ്രിൻസിപ്പൽ ബേസിക്. അപ്പോൾ ഈ പറയുന്ന എല്ലാത്തിലും നമുക്ക് കാണാം. പ്ലാന്റിനെ പറ്റി പറയുമ്പോൾ നക്സുവാം എന്താണെന്ന് അറിയാമോ? കാഞ്ഞിരമാണ്. ചെല്ലഡോണിയം, കീഴാർനെല്ലി, ഗോസ്ബെറി, നെല്ലിക്ക, ഇങ്ങനെ ഒരുപാട് വരുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെയാണ് രണ്ട് മരുന്നിന്റെയും കണ്ടന്റ് വരുന്നത്. അതേപോലെ തന്നെയാണ് മിനറൽ. ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ സൾഫർ ഉണ്ട്, മെർക്കുറി ഉണ്ട്, ആർസനിക് ഉണ്ട്, അലൂമിനിയം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, നൈട്രേറ്റ്, ഇതൊക്കെ അങ്ങനെ വരുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അനിമൽ നിന്നും മരുന്നുകൾ എടുക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ഹോമിയോ. ഇതൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഫോർമിക്ക റൂഫ എന്ന് പറയും. റെഡ് ആൻഡ്, അതായത് ചുവന്ന എറുമ്പുകളിൽ നിന്ന് എടുക്കുന്ന. അപ്പൊ ലാക് കാമഡ്രോ മെഡാരി, അതായത് ക്യാമലിന്റെ മിൽക്കുന്നാണ്. ലാക് കാനിമം ബിറ്റ്സ്, നായിന്റെ മുലപ്പാല. ഇങ്ങനെയാണ് ഓരോന്നിലും. ഇതെല്ലാം ശരിക്കും അത് ആവർത്തിച്ച് അല്ലെങ്കിൽ അത് വിഷരഹിതമായ രീതിയിൽ എടുക്കുന്ന. അപ്പോൾ അത് ഒരു ഡോക്ടർ ഒരിക്കലും അതിനെ അങ്ങനെ പറയാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയേണ്ടി വരുന്നത്. അപ്പോൾ ഇത്തരം കണ്ട് എല്ലാ കിങ്ഡമിൽ ആണ് നമ്മൾ ആശ്രയിച്ചിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ കാരണം മരുന്നെന്നുള്ള ഒരു വിദ്യാധാരണ, വൈറ്റൽ ഫോഴ്സ്, അതല്ലെങ്കിൽ നാച്ചുറൽ ഫോഴ്സ് മരുന്നിന് മുകളിലാണ്. എന്നാൽ അത് മനസ്സിലാക്കാതെ ആ ശക്തിയെ മരുന്നുകൊണ്ടു അമർച്ച ചെയ്യുമ്പോൾ അപൂർണമായ, അതായത് ആർട്ടിഫിഷ്യൽ ഫോഴ്സ് വൈറ്റൽ ഫോഴ്സിന്റെ മുന്നിൽ പരാജയപ്പെടും. ഇതുകൊണ്ടാണ് പണ്ട് പറയുന്നത് വിത്ത് ഗുണം 10 ഗുണം. ആ ഗുണം എല്ലാം ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നഷ്ടപ്പെടും. ഇതൊരു സത്യാവസ്ഥയാണ്. ഇത് നമ്മൾ അംഗീകരിക്കാൻ തയ്യാറല്ല. നമുക്ക് വേണ്ടത് പ്രതിരോധ മരുന്നല്ല വേണ്ടത്, പ്രതിരോധ ശക്തിയാണ് വേണ്ടത്. അത് സമീകൃത ആഹാരത്തിലൂടെ
നേടാനാവണം. ഭക്ഷണമാണ് മരുന്ന്, അല്ലാതെ മരുന്നിനെ ഭക്ഷിക്കരുത്. ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്, നേടേണ്ടത്. അതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഇതിന്റെ പൊരുൾ നമുക്ക് മനസ്സിലാവും. ഡോക്ടർ സാമുവൽ ഹനിമാൻ തന്നെയാണ് അലോപ്പതിയുടെയും ഹോമിയോപ്പതിയുടെയും ഫാദർ ഓഫ് മെഡിസിൻ. അദ്ദേഹം സത്യം മനസ്സിലാക്കി ഹോമിയോപ്പതി അംഗീകരിച്ചു. അതാവണം നമ്മുടെ ലക്ഷ്യം. സത്യം കണ്ടെത്തലാണ്, അല്ലാതെ വ്യക്തി താല്പര്യത്തിന് വേണ്ടി സത്യം മറച്ചു വെക്കരുത്. ഇന്ന് ഹോമിയോപ്പതിയും അലോപ്പതിയും പരസ്പരം പോരടിക്കുന്നു. അത് മാറണം. ഓരോ ശാസ്ത്രവും മാനവരാശിക്ക് വേണ്ടി ആണ് ഓരോ ഡോക്ടറും എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് മാനവസേവ മാധവ സേവയായി മാറേണ്ടത്. പ്രിവെന്റീവ് മെഡിസിൻ ഹോമിയോവിൽ നിഷേധിക്കുമോ? ഹോമിയോവിലുണ്ട്. ഇവിടെ പ്രിവെന്റീവ് അല്ല വേണ്ടത്. അതായത് പ്രിവെന്റീവ് മെഡിസിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതിന്റെ 8ാം ദിവസം ടെറ്റനസിന് വേണ്ടി ലെഡംപാൾ എന്നാണ് മരുന്ന് കൊടുക്കുന്നത്. 4 ആഴ്ച കഴിയുമ്പോഴേക്ക് ക്ഷയത്തിന് ട്യൂബർക്കുലിന്, 8 ആഴ്ചക്ക് പിള്ളവാതം അതിൻ്റെതാണ് കൊടുക്കുന്നത് ലത്തൈറസ്. 3-ാം മാസം കൊടുക്കുന്ന അത് തന്നെ. അത് 8-ാം മാസം കൊടുക്കാൻ പറ്റില്ല, 3 മാസം അല്ല, 8 ആഴ്ച കഴിഞ്ഞില്ലെങ്കിൽ 3-ാം മാസം. ഇങ്ങനെ 4-ാം മാസം അത് തന്നെ വെറോലിയം, പെർട്ടൂസിൻ, ഡിപ്തീരിയത്തിന്റെ മരുന്ന്, പിന്നെ സെക്കൻഡ് ഡോസ്. ഇതൊക്കെ കൊടുക്കുന്നത് എന്താ? പ്രിവെന്റീവ് മെഡിസിൻ ആണ്. ഈ പ്രിവെന്റീവ് മെഡിസിൻ അല്ല നമുക്ക് വേണ്ടത്. പ്രതിരോധ ശേഷിയുള്ള ആഹാരം, അതായത് സമീകൃത ആഹാരം. ഇപ്പോ കുഞ്ഞിന് മുലപ്പാലാണ് ആദ്യം കൊടുക്കേണ്ടത്. ആ മുലപ്പാലിലാണ് ആ പ്രതിരോധ ശക്തി, അതായത് വൈറ്റൽ ഫോഴ്സ്. ആ വൈറ്റൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ ഈ രോഗങ്ങളൊന്നും പിന്നെ നമ്മളിലേക്ക് അടുക്കുകയില്ല. ഇത് വളരെ നന്നായിട്ട് മനസ്സിലാക്കിയ ആൾക്കാരായിരുന്നു നമ്മുടെ പൂർവികന്മാർ. അതായത് ന്യൂട്രിഫൈഡ് ഫുഡ്, അതിന് ഇന്നും പ്രാധാന്യമുണ്ട്. അന്ന് മാത്രമല്ല, ഇന്നും അതിനെ അംഗീകരിക്കുകയാണ്. ന്യൂട്രിഫൈഡ്, അതായത് നാച്ചുറൽ ഫുഡാണ് ആവശ്യം. പ്രകൃതി കാലാകാലങ്ങളിൽ ആവശ്യാനുസരണം കായ്കനികൾ കാലാവസ്ഥക്കും പിന്നെ അതിൻ്റെ കാലാവസ്ഥക്കും അനുസരിച്ച് കരിഞ്ഞു തരുന്നുണ്ട്. അതായത് ട്രോപ്പിക്കൽ സോൺ, ഓരോരോ സോണുണ്ട്. ആ സോണിൽ മാത്രമേ ഓരോ കാലാവസ്ഥക്കും പഴവർഗ്ഗങ്ങളും എന്തും കനിഞ്ഞു തരുള്ളൂ. അത് പ്രകൃതി കനിഞ്ഞു തരുന്ന അതാണ്. അതുകൊണ്ടാണ് അതിന് കനി എന്ന് പറയുന്നത്. ആ കനിയിനെ നമ്മൾ മനസ്സിലാക്കി ഭക്ഷിച്ചാൽ ഈ രോഗങ്ങളൊന്നും നമുക്ക് ഒരിക്കലും ഉണ്ടാവില്ല. ഉദാഹരണം, പ്രകൃതിയുടെ വരദാനമാണ്. അതായത് വേനൽക്കാലത്തിൽ നമ്മളുടെ ഈ പറയുന്ന പിന്നെ ഏരിയ, അവിടെ കേരളത്തിൽ നോക്കൂ, ചക്ക, മാങ്ങ ഇതൊക്കെയാണ് ഒരു സീസണൽ ഫുഡാണ്. ഈ സീസണൽ ഫുഡിൽ പ്രകൃതി കഞ്ഞി തരുന്നതാണ്. ഇത് നിർബന്ധപൂർവ്വം നമ്മൾ കഴിച്ചിരിക്കണം. അപ്പോ ആ പ്രകൃതി ആ കാലാവസ്ഥക്ക് അനുസരിച്ച് തരുന്ന കനികളാണ്. അത് കഴിച്ചു കഴിഞ്ഞാൽ, ഉദാഹരണം, വേനൽക്കാലത്ത് നമുക്ക് വളരെ സ്വെറ്റായിരിക്കും, വിയർപ്പായിരിക്കും. അപ്പൊ അതെല്ലാം പോകുമ്പോൾ ജീവന് അത് ഭീഷണിയാണ്. അവിടെ വായുസഞ്ചാരം, ശരീരത്തിൽ വായുസഞ്ചാരം കൃത്യമായി നടക്കില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ആ റെഡ് ബ്ലഡ് സെൽസ് വന്നിട്ട് ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ അത് ഈ പഴവർഗ്ഗങ്ങളിൽ കൂടിയെല്ലാം നമുക്ക് കിട്ടും. അതാണ് ജ്യൂസ്. അങ്ങനെ കണ്ട ജ്യൂസുകളും കാര്യങ്ങളും വേനൽക്കാലത്ത് നന്നായിട്ട് ഉപയോഗിക്കപ്പെടും. അപ്പൊ ആ വായുവിടെ ക്ഷോഭം ഉണ്ടാവില്ല, അവിടെ രോഗം തടുക്കപ്പെടും. രണ്ടാമത്, മഴക്കാലത്ത് എങ്ങനെയാണ്? നമുക്ക് കോശങ്ങൾ പുതുക്കി പണിയാൻ ആണുള്ളൊരു കാലഘട്ടമാണ്. പണ്ട് പറയും കർക്കിടകത്തിൽ മരുന്ന് അത് കഴിക്കണം. എന്തിനാ കർക്കിടകത്തിൽ കഴിക്കുന്നത്? ഇലക്കറികളും മറ്റേതൊക്കെ വീട്ടിലിരുന്നിട്ട് ആ റെസ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് ആ വരുമ്പോൾ കോശങ്ങളെല്ലാം ബെൽറ്റ് ചെയ്യാമെന്ന് ആ മനുഷ്യന്റെ ശരീരത്തിന് വേണ്ട പിന്നെ എനർജിയും കാര്യങ്ങളും ഒക്കെ അത് കിട്ടും. ആ മഴക്കാലത്ത് എന്ത് രോഗം വരിക? കാര്യമായിട്ട് വരുന്നത് പിത്തരോഗമായിരിക്കും. ആ പിത്തത്തെ തരണം ചെയ്യുന്നതാണ് ഇലക്കറികളും മറ്റേത്. അതിന്റെ ഒരു ഉദാഹരണമാണ് കീഴാർനെല്ലി. കീഴാർനെല്ലി എന്ന് പറയുന്നത് ഈ പറയുന്ന പിത്തരോഗത്തിന്റെ ഇതാണ്. അത് പൊടിക്കുന്നത് തന്നെ
ആ കാലഘട്ടത്തിലായിരിക്കും. നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാക്കിയ നന്ന്. അപ്പോൾ ഇങ്ങനെ കാലത്തിനനുസരിച്ചിട്ട് കനിഞ്ഞിട്ടുണ്ട്. ആ കനികളെയെല്ലാം നമ്മൾ നിത്യ ആഹാരമായി കണ്ടുകൊണ്ടാൽ കുറെയൊക്കെ നമുക്ക് രോഗം മാറിക്കിട്ടും. മറ്റൊന്ന് മഞ്ഞുകാലം. മഞ്ഞുകാലത്തിൽ നമുക്ക് വേണ്ടത് ആ സമയത്ത് വേണ്ടത് പ്രോട്ടീൻ ഉള്ള വസ്തുക്കളാണ്, അതായത് ധാന്യങ്ങൾ. അപ്പോൾ അങ്ങനെ വേണ്ട. ഈ പറയുന്ന മഞ്ഞുകാലത്തിൽ ഉണ്ടാവും കഫം വർദ്ധിക്കും. അതുകൊണ്ടാണ് ആ കാലഘട്ടത്താണ് ഇതെല്ലാം കളിച്ചെടുക്കുക. ഇഞ്ചി, കുരുമുളക്, മഞ്ഞള്, ഏലക്ക, ഇതൊക്കെ കഫത്തിനെ കവർ ചെയ്യുന്നതാണ്. ഇങ്ങനെ പ്രകൃതിയെയും മനുഷ്യനും മനസ്സിലാക്കി ജീവിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം നമുക്കുണ്ടാവും. പ്രകൃതി ഈശ്വരാനുഗ്രഹം കൊണ്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് ജലേ വിഷ്ണു സ്ഥലേ വിഷ്ണു വിഷ്ണു സർവമയം എന്ന് പറയുന്നത്. അതായത് സ്ഥലകാല ബോധം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രകൃതി വിരുദ്ധ പ്രവർത്തനം നടത്തിയാൽ പ്രകൃതി പ്രകൃതി ശോഭിച്ചാൽ ജീവന് ഭീഷണി കൂടെ സംഭവിക്കും. അതുകൊണ്ടാണ് പണമല്ല വേണ്ടത്, ഗുണമാണ്. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്നത് എന്താ? പണം പന്തിയിലും ഗുണം കുപ്പയിലും എന്ന് പറയും. അതുപോലെ ഗുണം തുടച്ചു മാറ്റി നമ്മളുടെ സമൂഹത്തിൽ നിന്ന്. അതുകൊണ്ട് അതിനെ ആ ഗുണത്തിന്റെ മഹിമ തനിമ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കി ജീവിച്ചാൽ നമ്മളും ഗുണമുള്ളവനായി ഭവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എളിയ ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നു. സമയം ഏതാണ്ട് അതിക്രമിച്ചെന്ന് തോന്നുന്നു. ഈ ഒരു അവസരം തന്ന സാബു സാറിന് വളരെ ക്ഷമയോട് ശ്രവിച്ച എല്ലാ മാന്യ വ്യക്തികൾക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തും. ഓക്കെ, താങ്ക് യു സാർ. വളരെ മനോഹരമായ ഒരു ക്ലാസ് ആയിരുന്നു. സാർ തുടങ്ങിയതിന് ശരീരത്തെ പരിത്യജിക്കരുത് എന്ന് പറഞ്ഞാണ് ജീവന്റെ ഗതിവിഗതികളെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതം. സാർ, എനിക്ക് തോന്നുന്നു ആയുർവേദവും അലോപ്പതിയും അതുപോലെ തന്നെ ഹോമിയോപ്പതിയും 3 തരത്തിലുള്ള നമ്മുടെ ഔഷധ രീതികൾ അല്ലെങ്കിൽ അതിനെല്ലാം നമ്മുടെ ശരീരത്തിന്റെ ശക്തിയിലേക്ക് കൊണ്ടുവരാൻ, ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ആ രോഗത്തിന്റെ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ, ആയുസ് നീട്ടിക്കിട്ടുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തെ സൂക്ഷിക്കുവാൻ പ്രതിജ്ഞാബദ്ധമായ ഒരു ശൈലി അവലംബിക്കേണ്ടത് തീർച്ചയായിട്ടും ഇന്നത്തെ ആവശ്യമാണ്. മാധവസേവ മാനവസേവയാണ്. അപ്പോൾ മാനവസേവ നിസ്വാർത്ഥമായി ചെയ്യാനുള്ള ഒരു ശക്തി അല്ലെങ്കിൽ ഒരു ചിന്ത ഇന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ സ്ഥിതികൾക്ക് അല്ലെങ്കിൽ നമ്മളുടെ ഈ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള ഒരു മാറ്റം വരും. ഒത്തിരിയും ഉദാഹരണങ്ങൾ പറഞ്ഞു. അതിൽ പ്രധാനമായും ഉറങ്ങിയാൽ തന്നെ പാതി രോഗം മാറും എന്ന് സാർ പറഞ്ഞു. അതുപോലെ തന്നെ കൂടുതൽ അധികം കഴിക്കുന്ന എന്തും അത് വർജിക്കുന്നതാണ് നല്ലത്, ശരീരത്തിന് നല്ലതല്ല. അതുപോലെ തന്നെ പനിയുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ല. ഔഷധ ഇല്ലാത്ത ഒരു സസ്യവുമല്ല, ഔഷധ ഗുണമില്ലാത്ത ഒരു സസ്യവും ഇല്ല. ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അത് ഔഷധമാണ്. പക്ഷെ അതെങ്ങനെയാണ് ഔഷധമാകുന്നതെന്ന് പലപ്പോഴും നമ്മൾ അറിയുന്നില്ല. ദാരിദ്ര്യം പരമ ഔഷധമാണ്, വൈറ്റൽ ഫോഴ്സിനെ നൽകുന്നതാണ്. അതുപോലെ തന്നെ ആഹാരം മഹാമരുന്നായിട്ട് നമുക്ക് കരുതാൻ അറിയണം. നല്ല ആഹാരം, സമീകൃത ആഹാരം കഴിക്കണം. അതുപോലെ തന്നെ വായുവിന്റെ പ്രാണായാമത്തെ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ ഉപാസന എന്താണ് സാറ് കൃത്യമായിട്ട് പറഞ്ഞു തന്നു. അഗസ്ത്യ മുനിയെക്കുറിച്ചും 24 മറ്റു മുനിമാരെ കുറിച്ചും അതുപോലെ തന്നെ തിരുക്കുറവലിനെ കുറിച്ചുമെല്ലാം സാർ അതിൻ്റെ ശാരീരികമായിട്ടുള്ള സ്ഥൂല ശരീരത്തിന്റെ പ്രത്യേകതകൾ അനുസരിച്ച് എത്രമാത്രം അവരൊക്കെ ആ കാര്യങ്ങളിൽ നല്ല ഒരു അറിവ് നമുക്ക് നൽകി എന്ന് സാറ് പ്രത്യേകം ഓർമ്മിപ്പിച്ചു. അതുപോലെ തന്നെ പഞ്ചഗവ്യത്തെക്കുറിച്ച് സാറ് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങളും അവസാനം സാർ പറഞ്ഞിരിക്കുകയാണ്, പ്രതിരോധ മരുന്നുകളെ കണ്ടെത്തുകയല്ല. നമുക്കറിയാം വാക്സിനൊക്കെ പ്രതിരോധ മരുന്നുകളെ കണ്ടെത്തുകയല്ല,
ശരീരത്തിന് പ്രതിരോധ ശക്തി കിട്ടുന്ന തരത്തിലുള്ള ഭക്ഷണത്തിലേക്കും അത് സ്വീകരിക്കാൻ നമ്മുടെ ശരീരത്തെ ഒതുക്കുകയും ചെയ്യുമ്പോഴാണ് സത്യത്തിൽ നമ്മൾ നമ്മുടെ സ്ഥൂല ശരീരത്തെ സ്നേഹിക്കാൻ തുടങ്ങുന്നതെന്ന് സാറ് പറഞ്ഞു വെച്ചു. വളരെ മനോഹരമായ ക്ലാസ് ആയിരുന്നു. ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. പക്ഷെ സാറിന്റെ ശ്ലോകങ്ങളൊക്കെ പലപ്പോഴും ഒറ്റ പ്രാവശ്യം പറഞ്ഞത് കൊണ്ട് ഞങ്ങൾക്ക് അത് അത്ര കൃത്യമായിട്ട് മനസ്സിലായില്ല എന്ന് ഉള്ളതൊഴിച്ചാൽ വളരെ കൃത്യമായ ക്ലാസ് ആയിരുന്നു. താങ്ക് യു സാർ, വളരെ സന്തോഷം. അടുത്ത ആഴ്ച നമുക്ക് ഇതിന്റെ തുടർച്ച കേൾക്കാം. സംസാരിക്കാം. സാറിന്റെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ എന്തെങ്കിലും കൂടുതൽ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതും കൂടെ ഒക്കെ പറയാം. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. താങ്ക് യു സാർ. വേണു സാർ. റോയ് സാർ സംസാരിച്ചോളൂ. സാറേ, സാറിന്റെ ക്ലാസ് ഇങ്ങനെ കേട്ടിരുന്നു. പക്ഷെ ഒന്ന് ഇച്ചിരി സ്പീഡായിപ്പോയി. ചില കാര്യങ്ങൾ ഒന്ന് ഉൾക്കൊള്ളാൻ പറ്റാതെ കൂടെ പോയി, ഞാൻ ശ്രദ്ധിച്ചെങ്കിലും. എന്നാലും ഒരു കാര്യം മനസ്സിലായി. ഈ പറയുന്ന ശരീരത്തിനെ ഈ പറഞ്ഞ ഭ്രമണപഥത്തിൽ എങ്ങനെ എത്തിച്ചേർക്കാം എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയയില് എങ്ങനെ ശരീരം എങ്ങനെ കൊണ്ടുപോകാം എന്ന കാര്യമാണ് ഇപ്പൊ സാറ് പ്രത്യേകമായി എടുത്തു പറഞ്ഞത്. ഓക്കെ, അപ്പൊ അതില് ഈ പറയുന്ന ആയുസ് നീട്ടുവാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമത്തില് അലോപ്പതി ഉണ്ട്, ഹോമിയോപ്പതി ഉണ്ട്, നാച്ചുറോപ്പതി ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇവയെല്ലാം പരസ്പര പർപ്പസ് അല്ല ഒന്ന് തന്നെ. പക്ഷെ ഒരു കാര്യം സാറ് പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ഞാൻ നമുക്ക് ധാതുക്കളുടെ കുറവ് വരുമ്പോൾ അലോപ്പതിയിൽ അത് ധാതുക്കൾ ടാബ്ലറ്റ്സ് ആയിട്ട് അകത്ത് തരും. അപ്പൊ സാറ് പറഞ്ഞ ഒരു കാര്യം ഞാൻ ശ്രദ്ധിക്കുന്നു. അതായത് ഭൂമിയിലുള്ളതായ ധാതുക്കൾ ചെടികളുടെ വേരുകളിലൂടെ ആഗീകരണം ചെയ്ത് ചെടി ഭക്ഷിക്കുമ്പോൾ ഈ ധാതുക്കൾ ഓട്ടോമാറ്റിക്കായിട്ട് ശരീരത്തിൽ വരുമെന്ന് പറഞ്ഞു വന്നത്. രണ്ട്, എങ്ങനെയുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത്, അത് എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നൊക്കെയുള്ള യുക്തിസഹജമായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. പക്ഷെ അത് ഇന്നത്തെ സാഹചര്യത്തിൽ അത് അങ്ങനെ കഴിക്കാനോ ഉൾക്കൊള്ളാനോ പറ്റില്ല. കാരണം പല ഔഷധ സസ്യങ്ങളും ഇന്ന് അന്യം നിന്നുപോയി. അതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇത് കുപ്പിയിലും മറ്റിടത്തൊക്കെ സൂക്ഷിച്ചു വയ്ക്കുമ്പോൾ പ്രിസർവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ നമ്മളിൽ ദോഷഫലമുണ്ടാകും. ഇതൊക്കെയായി. പക്ഷേ ഇപ്പൊ എന്നെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതെല്ലാം വെച്ചുകൊണ്ട് മനുഷ്യൻ വീണ്ടും വിഷമത്തിലായി. എങ്ങനെ കഴിക്കാം, എങ്ങനെ ഇത് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിലായി. ഏതായാലും തത്വത്തിൽ കാര്യങ്ങളെല്ലാം വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി. പക്ഷെ അത് എങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു രക്ഷയുമില്ല. അപ്പോ കഴിയുന്നതും മരുന്ന് രൂപത്തില് കഴിക്കാതെ അതിന് കാരണമായ കാര്യങ്ങളാണ് പരിഹരിക്കേണ്ടത് എന്ന് പറഞ്ഞു. പക്ഷെ കാരണമായത് എന്താണ് എന്ന് നമ്മൾ പഠിച്ചെടുക്കണമെങ്കിൽ നമുക്ക് പറ്റിയല്ലോ. അതിന് പറ്റിയ ഒരു ചികിത്സാവിധി വേണം. ഇപ്പൊ നാച്ചുറോപ്പതിയിലും ഞാൻ നാച്ചുറോപ്പതിയുടെ ക്ലാസ് ഒക്കെ നേരത്തെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതും യുക്തിസഹജമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നതെങ്കിലും പൂർണ്ണമായി ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അപ്പൊ ഇതെല്ലാം കൂടെ കൂടി ഒരു മിക്സഡ് പരുവത്തില് അലോപ്പതി, ഹോമിയോ, ഇതെല്ലാം കൂടെ ഒരു മിക്സഡ് പരുവത്തിലാണ് ഇപ്പൊ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. പിന്നെ പെട്ടെന്ന് അസുഖത്തെ മാറ്റാൻ അലോപ്പതിയുടെ സർജറി പോലെയുള്ള കാര്യങ്ങൾ പക്ഷെ നാച്ചുറോപ്പതിയിലെ അല്ലെങ്കിൽ ഈ പ്രകൃതിയിലെ ഭക്ഷണങ്ങൾ കൊണ്ട് പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റത്തില്ല. അത് ആ ജീവിത ശൈലിയിലൂടെയാണ് പരിഹരിക്കാൻ ഒക്കത്തുള്ളൂ. ഏതായാലും ഇതെല്ലാം വളരെ യുക്തിസഹജമായ ചില കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റി. പക്ഷെ അത് എന്തുമാത്രം പ്രായോഗികമാക്കാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. എങ്കിലും തത്വത്തില് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു റീസണബിലിറ്റി നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റി. അത് മാത്രമാണ് ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് പറ്റുന്ന ഭാഗമായിട്ടുള്ളൂ. അപ്പൊ സാറ് പറഞ്ഞ പശുവിന്റെ കാര്യം പറഞ്ഞല്ലോ, അതില് ഈ ചാണകം, മൂത്രം, പാല്, അതുപോലെ തന്നെ തൈര്, നെയ്യല്ലേ സാറേ? 5 നെയ്യല്ലേ അവസാനം? 5 അതെ. അപ്പൊ ഈ വക കാര്യങ്ങള് ഇതിനകത്ത് അത് ഈ പഞ്ചഗവ്യം എങ്ങനെ അത് മെഡിസിനൽ ആയി എന്നുള്ളത് സാറ് പറഞ്ഞില്ല, അത് മനസ്സിലായില്ല.
പഞ്ചഗവ്യം ഔഷധമാണ് സാർ. പഞ്ചഗവ്യം ഔഷധമാണ്. പക്ഷെ അത് എങ്ങനെ ക്യാൻസർ പോകുന്ന ഈ സെൽസ് ഉണ്ടല്ലോ, ഡെഡ് സെൽസ് അതിനെ പുനർജീവിപ്പിക്കുന്നതിന് പറ്റുന്നല്ലോ. ഈ ക്യാൻസർ പോലത്തെ ഡെഡ് സെൽസ് ഉണ്ടാകുമ്പോ അതിന് ഇതുണ്ടല്ലോ, നെയ്യ് അത് എനർജേറ്റീവ് ആവും. അപ്പോൾ എന്താന്ന് വെച്ചാൽ അത് പുനർജീവിക്കും. ശരി. അപ്പൊ അതുപോലെ തന്നെ ഈ യൂറിനകത്ത് തന്നെ കണ്ടന്റ് ഉള്ള പശുവിന്റെ മൂത്രത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, അതിൽ നിന്ന് എന്താ കിട്ടും? അതിപ്പോ മൂത്രത്തിന്റെ എന്ന് പറഞ്ഞാല് നമ്മുടെ മൊറാർജി സാറ് മൂത്രം കഴിക്കണം. അപ്പോ അത് നമ്മളുടെ അതെല്ലാം ഉണ്ടല്ലോ, അത് പ്യൂരിഫിക്കേ ചെയ്യുന്ന പറഞ്ഞത്. ഓക്കെ. ചാണകം പിന്നെ സസ്യസമ്പത്താണ്, അതിനകത്ത് സസ്യത്തിന്റെ ഔഷധ ഗുണമുണ്ട്. ഇതെല്ലാം കൂടി ഒരു കോമ്പണന്റ് മെഡിസിൻ ആണ്. അതിന്റെ എല്ലാം കൂടി എസൻസ് ആണ് പാലിലെ നെയ്യൊക്കെ എടുക്കുന്നത്. അതെ, അത് പ്രൊപ്പോർഷണൽ റേറ്റില് പിന്നെ എടുക്കണം, അത് ചെയ്യണം, എന്നാലേ അത് ഔഷധമാവുള്ളൂ. ഓക്കെ. നാടൻ പശുവിനാണ് ഉത്തമം. നാടൻ പശുവിനാണ് ഉത്തമം. അതെ. അത് തന്നെയല്ല, അതുപോലെ വളർത്താനേ ഒക്കുള്ളൂ. ഇന്നത്തെ പോലെ തന്നെ ഈ പറയുന്ന മോഡേൺ ഫുഡും ഇതൊക്കെ കൊടുത്ത് വളർത്തുന്ന പശുവിന് ഈ ഗുണം കിട്ടുമെന്ന് തോന്നുന്നില്ല. കാരണം അതില്ലല്ലോ. അപ്പോ സാധാരണ രീതിയില് നാട്ടില് മേഞ്ഞ് നടന്ന് സ്വതന്ത്രമായി മേഞ്ഞ് ഭക്ഷിച്ച് നടക്കുന്ന പശുവിന്റെ ഗുണമേ കിട്ടുള്ളൂ. അല്ലാതെ ഇന്നത്തെ പശുവിന്റെ അത് ഗുണം കിട്ടത്തില്ല. അത് പൊതുവെ നേരത്തെ ഉള്ള ഒരു കാര്യം പറഞ്ഞു. അതെ. അപ്പൊ ഏകദേശം ഈ പറഞ്ഞ പോലെ പ്രകൃതിദത്തമായ ചില കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനും അതനുസരിച്ച് ജീവിക്കാനുമുള്ളതായ ഒരു ഗൈഡ് ലൈൻസ് ആണ് ഈ പറയുന്നത്. പക്ഷെ ഇന്നത്തെ ആധുനിക യുഗത്തില് എന്തുമാത്രം പ്രായോഗികമാണ് എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. ഇന്നത്തെ തലമുറകൾ ഇപ്പൊ തൽക്കാലം ജീവിച്ചു പോവാന്നുള്ളതാണ്. പക്ഷെ അന്നത്തെ തലമുറ അതല്ല. ഒരു ഉദ്ദേശമുണ്ടായിരുന്നു, അത് ഇതാക്കണമെങ്കിൽ നമുക്ക് ആയുസ് നീട്ടിക്കിട്ടണം. അപ്പോ ഈ പറയുന്ന പരിപാലന ക്രമങ്ങളൊക്കെ നമ്മൾ നടത്തിയിരിക്കണം. ഓക്കെ. അപ്പൊ പ്രകൃതിദത്തമായിട്ട് ആയുസ് നീട്ടിക്കിട്ടുക എന്ന തത്വം അംഗീകരിച്ച് അത് ഉൾക്കൊള്ളാൻ വേണ്ടി സാമ്പത്തികമായി നേട്ടം ഉണ്ടാക്കുന്നതിനുള്ള ഒരു ഭാഗമാണ് ഇപ്പോൾ ഈ ശാസ്ത്രം ചെയ്യുന്നത് ഇപ്പോഴത്തെ. ഓക്കെ. അപ്പൊ ജെന്യൂനിറ്റി കുറവാണ്. ഇത് മനുഷ്യൻ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് എന്ന് മാത്രം പറയും. അത് പ്രായോഗികമാക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. അല്ലാതെ അതുപോലെ തന്നെ തിരുവള്ളൂരിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞതൊക്കെ വളരെ പ്രായോഗിക ജീവിതത്തിലെ വളരെയധികം നമുക്ക് ഗുണപരമായ ചില കാര്യങ്ങൾ. അതല്ല സാർ അതിന്റെ മലയാളത്തിൽ അർത്ഥം പറഞ്ഞപ്പോ എനിക്കത് ഇത് ഉൾക്കൊള്ളാൻ പറ്റിയതാണ്. ഇതറിയാൻ വേണ്ടിയെങ്കിലും അതായത് എല്ലാം വളരെ ഇതായിട്ടുള്ള കൊട്ടേഷൻസ് ആണ്, വളരെ പ്രായോഗികമാക്കാൻ പറ്റുന്നതാണ്. ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സമ്പത്ത് എന്ന് പറയുന്നത് ഒരു ധന്യമായ ജീവിതത്തിന്റെ ഭാഗമാണ്. അത് ഏതൊരു പൈസക്കാരനും പാവപ്പെട്ടവരും പാലിക്കാൻ പറ്റും. അതാണ്. ഏതായാലും ശരിക്കും ഉൾക്കൊള്ളാൻ പറ്റി സാറിന്റെ ഇത് പ്രസന്റേഷൻ. പിന്നെ എന്നാന്ന് വെച്ചാൽ ചില ഭാഗങ്ങളൊക്കെ ഞാൻ ഈ ഫോളോ ചെയ്യുമ്പോഴത്തേക്കും വിട്ടുപോവുക. ഇപ്പൊ 5 കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ഓർത്ത് വരുമ്പോഴത്തേക്കും സാർ അടുത്തതിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞ ദിവസം അങ്ങനെ വന്നായിരുന്നു 1-2 ഭാഗങ്ങൾ. പിന്നെ ചില വാക്കുകളിലെ ഒന്ന് കുറിച്ചു വെക്കാൻ നോക്കിക്കഴിഞ്ഞാല് അക്ഷരങ്ങൾ നമ്മളിൽ പറ്റില്ല. ഏതായാലും സാറിന്റെ ആ വേ ഓഫ് പ്രസന്റേഷൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ആ ശരീരവും അതിലേക്കുള്ള അതിന്റെ കാര്യങ്ങളും എല്ലാം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സമീപനമാണ്. അത് ഓർത്തിരിക്കാനും ഒക്കെ വളരെയധികം. ഓക്കെ സാർ, താങ്ക് യു. എല്ലാരും അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞോ? സാറേ പറയണില്ല. വേറെ ആരാണ് സംസാരിക്കാനുള്ളത്? ഓക്കെ. ഇന്നത്തെ ക്ലാസ് പതിവ് പോലെ വേണു സാറ് ആദ്യത്തെ അധ്യായത്തിന്റെ 2ാമത്തെ ഭാഗമായിട്ടാണ് സാർ എടുത്തത്. ഇനി എനിക്ക് തോന്നുന്നു അടുത്ത ക്ലാസ് സൂക്ഷ്മ ശരീരത്തെ കുറിച്ചായിരിക്കും അല്ലെ സാർ? വേണു സാർ കേൾക്കാമോ? ഹലോ വേണു സാർ. ഹലോ സാർ. ഹലോ വേണു സാർ. ഹലോ സാർ. ഞാൻ പയ്യന്നൂരിലാണ്. പയ്യന്നൂർ, കണ്ണൂർ ഡിസ്ട്രിക്റ്റില് പയ്യന്നൂര്. ശ്രീകുമാർ എന്നാണ് എന്റെ പേര്.
ഓ അപ്പൊ ഞാൻ ക്ലാസ് കുറച്ച് ഒരു 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന, ഞാൻ കുറച്ച് വൈകിട്ടായിരുന്നു മെസ്സേജ് കണ്ടത്. ഞാൻ അതിന്റെ ശേഷമാണ് കയറിയത്. ഇന്നത്തെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റിയത് സർ. പറ്റില്ല. ഞാൻ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ, അതായത് ഞാനൊരു നാച്ചുറോപ്പതി ഒരു ഇത് ഫോളോ ചെയ്യുന്നതാണ്. ഏകദേശം 10-22 വർഷമായിട്ട് നാച്ചുറോപ്പതി ഫോളോ ചെയ്യുന്നതാണ്. അപ്പൊ ഇപ്പൊ എനിക്ക് 57 വയസ്സായി. അപ്പോ അത് ഇപ്പം ഞാൻ അത് വേറൊന്നും അസുഖങ്ങൾ കൊണ്ടൊന്നല്ല, എനിക്ക് ഇതിനോടൊരു താല്പര്യം വന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് വന്നതായിരുന്നു. അപ്പൊ അങ്ങനെ അത് ചെയ്യുന്നുണ്ട്. അപ്പോ ഈ സാർ ഇപ്പൊ ഈ ഒരു യൂറിൻ തെറാപ്പി, അതുപോലെ അക്യൂപങ്ചർ, ഇങ്ങനത്തെ ഒരു ട്രഡീഷണൽ ഒരുപാട് ഇത് വരുന്നുണ്ടല്ലോ, കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. പ്രാണിക് ഹീലിംഗ്, റെയ്ക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇത് വരുന്നുണ്ട്. അപ്പോ അതിനെ കുറിച്ചിട്ടൊക്കെ ഒരു കാര്യങ്ങൾ, ഈ യൂറിൻ തെറാപ്പി ഇപ്പൊ വളരെ ഇതായിട്ട് വരുന്നുണ്ട്, നന്നായിട്ട് ഒരു ചെയ്തു വരുന്ന ഒരു കേസാണ് യൂറിൻ തെറാപ്പി എന്ന് പറയുന്നത്. അപ്പോ അതിനെ കുറിച്ചിട്ടൊക്കെ സാറിന്റെ ഒരു അഭിപ്രായം എന്താണെന്ന് അറിയാനുള്ള ഒരു താല്പര്യമുണ്ട്. അല്ല സർ, ഞാനത് അതിനെ ഒരു ഗവേഷണം കാര്യങ്ങളൊന്നും ഞാൻ നടത്തിയിട്ടില്ല. ഞാൻ എനിക്ക് കിട്ടിയ അറിവ് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോ ഈ നമ്മളെ കാണുന്ന ഈ വിവിധ തരം ട്രീറ്റ്മെന്റ്, കാരണം ഇവ എല്ലാം എത്തിപ്പെടുന്നത് ഒരേ സ്ഥലത്താണ്. അതെ, ഒരു വ്യത്യസ്ത റൂട്ടെന്ന് മാത്രമേ ഉള്ളൂ. ആ വ്യത്യസ്ത റൂട്ടിൽ സഞ്ചരിക്കുമ്പോൾ പരസ്പരം പഴിചാരിക്കൊണ്ട് പോകുന്ന ഒരു കാഴ്ച വന്നതുകൊണ്ടാണ് അതിനെക്കുറിച്ച് പറയേണ്ടി വന്നത്. തീർച്ചയായിട്ടും മനസ്സിലായില്ലേ? അപ്പോ നമ്മളുടെ മനുഷ്യരാശിക്ക് വേണ്ടിയാണെങ്കിൽ അത് നമ്മൾ അതിൽ നിന്ന് ഏത് കാര്യം നമ്മൾ ഉൾക്കൊള്ളാൻ കഴിയണം. തീർച്ചയായിട്ടും. ഫോർ എക്സാമ്പിൾ, ഞാനത് മറ്റേത് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ മെർക്കുറി, മറ്റേ ആർസനിക്കും മറ്റു കാര്യങ്ങളെല്ലാം വിഷലിപ്തമാണ്. പക്ഷെ അത് ആ പൊട്ടൻസൈസേഷൻ കൂടി മാത്രമേ അത് മെഡിസിനലായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അതാണ്, അതുകൊണ്ടാണ് അത് പറഞ്ഞത് കമ്പൈൻ സ്റ്റഡി എന്നുള്ള രീതിയിൽ. അല്ലാതെ ഞാനിതിലൊരു ഗവേഷണം നടത്തിയതോ അല്ലെങ്കിൽ ഒരു ഡോക്ടറോ ഒന്നും അല്ല. ഞാൻ ആധ്യാത്മികം എന്നുള്ള രീതിയിൽ അത് കണക്ട് ചെയ്തുകൊണ്ട് ഈ ശരീരത്തെ എങ്ങനെ നമ്മൾ കാത്തു സൂക്ഷിക്കണം, അതിന്റെ പ്രാധാന്യം എത്രത്തോളം പണ്ടത്തെ തലമുറകൾ അവരത് കൊടുത്തിരിക്കുന്നു എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് ഞാനത് കണക്ട് ചെയ്തത്. അതെ. എനിക്ക് തൊട്ടു മുമ്പില്ല സാർ ഇതിനെ കുറിച്ച് സംസാരിച്ച് അത് ഞാൻ കേട്ടു. അത് വളരെ ഇതായിട്ട് എന്തായാലും ശരിയാണ്. ഇപ്പോഴത്തെ കാര്യങ്ങളിൽ എന്നെല്ലാം പറഞ്ഞാല് ഒന്നാമത് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടുന്നില്ല. അതായത് നമ്മളിപ്പോ നാടൻ പശുവിനെ പോറ്റാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവർക്കും കൃഷി സ്ഥലങ്ങളൊന്നും ഇല്ല. അതായത് കാലിനെ മേയ്ക്കാൻ വിടാൻ വേണ്ടിയിട്ട് സ്ഥലങ്ങളില്ല അവർക്ക് വേണ്ടിയിട്ട്. അപ്പം നമ്മൾ അതൊക്കെ ഉത്പാദിപ്പിച്ചിട്ട് അതായത് കൊടുക്കാന്ന് വിചാരിച്ചാൽ അങ്ങനെയുള്ള സംവിധാനം ഇല്ല. അതൊക്കെ നമ്മളുടെ ഇതിൽ നിന്ന് നശിച്ചുപോയി. അപ്പോ അങ്ങനെയുള്ള ഒരു പരിതസ്ഥിതിയിൽ എങ്ങനെ കുറച്ചും കൂടെ ഹെൽത്ത്, പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അത് എല്ലാരും വിചാരിക്കുന്നില്ല എന്നുള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അല്ല, അതിനിപ്പോ നമുക്ക് നിവൃത്തിയില്ല സാർ. അത് കണ്ടെത്തുന്ന സത്യം കണ്ടെത്തുക എന്നുള്ളതാണ് നമുക്ക്. നമുക്ക് പറ്റുന്നതാണെങ്കിൽ നമ്മൾ അത് ഫോളോ ചെയ്യാം, അത്രയേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ഇതങ്ങനെ തന്നെ ഒരു വേൾഡ് വൈഡ് സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനൊന്നും നമുക്ക് ഒക്കില്ല. പക്ഷേ നമുക്ക് ഭഗവാൻ തന്ന ബുദ്ധി ഉണ്ടല്ലോ, അത് ഉപയോഗിച്ച് ശരിയും തെറ്റും വിലയിരുത്തുക. തീർച്ചയായിട്ടും. എന്നിട്ട് അത് അടിയണ്ണത്തിനെ പോലെ പാലും വെള്ളമുണ്ടെങ്കിൽ പാലെങ്ങനെയാണോ ഊറ്റിയെടുക്കുന്നത് അതുപോലെ അത് എടുത്ത് ജീവിക്കാന്ന് മാത്രമേ നമുക്ക്. നമ്മൾ വിചാരിച്ചാൽ നമ്മളെങ്കിലും രക്ഷപ്പെടുത്താന്നില്ല. അതാണ്. അപ്പൊ അവര് ഈ ആയുസിനെ കൊണ്ട് നടന്നത് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോ അടുത്തിപ്പോ നമ്മൾക്ക് സൂക്ഷ്മ ശരീരത്തിലേക്ക് വരുമ്പോ കുറച്ചും കൂടി മനസ്സിലാകും. അപ്പോ സ്ഥൂല ശരീരം എത്ര കണ്ട് പ്രാധാന്യം കൊടുത്തിരിക്കുന്നു പണ്ടത്തെ ആൾക്കാർ എന്നുള്ളതിന് വേണ്ടിയാണ് ഞാൻ അത് അവതരിപ്പിച്ചത്. ഓക്കെ സർ, ഓക്കെ, താങ്ക് യു സർ. നന്നായിരുന്നു, ക്ലാസ് നന്നായിരുന്നു, നന്നായി എഫക്ട് ചെയ്തു. എല്ലാ ദിവസവും ഉണ്ടോ സർ ക്ലാസ്? എല്ലാ ദിവസവും ഉണ്ടോ? അല്ല, ഇനിയിപ്പോ 2 പാട്ടും കൂടി ഉണ്ട്. അത് സ്ഥൂല ശരീരം വരുമ്പോ കുറച്ചും കൂടി അതാവും. ഓക്കെ, ശരി. ഓക്കെ സർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. സാറിന്റെ ഒരു ചുമന്ന ഉറുമ്പിൽ എന്തോ മരുന്നെടുക്കുന്ന കാര്യം പറഞ്ഞല്ലോ സാറ്, അത് ഏതുറുമ്പാ? സാധനമാണോ? കടിക്കുന്ന? അല്ല, അത് തന്നെ, അതാ കടിക്കുന്ന ഉറുമ്പാണോ? അതെ, ഇതുപോലത്തെ സാധനല്ലേ ഫോമിക്ക. കടിച്ചിങ്ങനെ ഇരിക്കുന്നേ, ദേഹത്ത് കടിച്ച് കേറുന്നത്. അതിവിടെ എന്റെ ഫ്രണ്ടായിട്ടായിരിക്കുന്ന. അതിലൊരു ആസിഡ് ഉണ്ട്, ആസിഡിറ്റി. അറിയാമല്ലോ.
ആ ആസിഡ് ആണ്. അറിയാം. അതാണ് ആ മരുന്ന്. ശരി. ആ അത് നമ്മളെ കൂട്ടത്തിൽ ചെന്ന് കയറിയാലേ കടിക്കുള്ളൂ, ഇല്ലെങ്കിൽ കടിക്കത്തില്ല. കടിക്കത്തില്ല. അതാണ് ആ കൂട്ടിനകത്ത് നമ്മൾ ചെന്ന് കയറി ഓർക്കപ്പുറം ചെന്ന് കയറി കൊടുത്തേ എല്ലാം കൂടെ പൊതിയും. അല്ലാതെ ഒറ്റയ്ക്കാണെങ്കിൽ ചുമ്മാ കയറി അങ്ങ് പോകും. അവിടെയാണ് ഡിഫറൻസിയേഷൻ വരുന്നത്. അതായത് അവിടെ ഒരു ആസിഡിറ്റി ഉള്ളത് കൊണ്ടാണ് നമുക്ക് വേദന വരുന്നത്, സ്റ്റിമുലേറ്റ് ചെയ്യാൻ കടിക്കുമ്പോൾ. അതേ സ്ഥാനത്ത് മറ്റുള്ള എറുമ്പുകൾ കടിക്കുമ്പോൾ വലിങ്ങനെ നമുക്ക് വേദന വരുന്നില്ല. ശരിയാ. മിഷർ എന്ന് പറയുന്നത് മിഷർ നീർ എന്നൊക്കെ പറയുന്നത്. അതെ. അത് എനിക്കിവിടെ 5-6 കൂടുണ്ട് സാറേ. അതിന്റെ 5-6 കൂടുണ്ട് ഇവിടെ. നമ്മൾ അല്ല, അതിന്റെ മൂട്ടിൽ നമ്മൾ ചെന്ന് നിന്ന് പോവുകയാണെങ്കിൽ പൊതിയും ഓർക്കാപ്പുറത്ത്. അല്ലാതെ ആണെങ്കിൽ 1-2 കയറി അങ്ങ് പോകും. അതിനെ അറ്റാക്ക് ചെയ്യുന്നു തോന്നിക്കഴിഞ്ഞാൽ അത് റെസ്പോണ്ട് ചെയ്യും. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പുതിയ ആഡ് ചെയ്യാനുണ്ടോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ സാർ, ഞാൻ ഇതിൻ്റെ അകത്ത് സാർ കേൾക്കാമോ? ഇവിടെ സാർ കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാമല്ലോ അല്ലേ? പറയുന്നത് കേൾക്കാമല്ലോ അല്ലേ? ഓക്കെ. സൗണ്ട് കുറവാണോ? എന്തോ പ്രശ്നമുണ്ട് സാർ? കേൾക്കുന്നില്ല അല്ലേ? എനിക്ക് റേഞ്ചിന്റെ പ്രോബ്ലം ആണ്. റേഞ്ചിന്റെ പ്രോബ്ലം. വേറെ ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ റേഞ്ചിന്റെ പ്രോബ്ലം. വേറെ ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നമസ്കാരം, ഞാൻ നന്ദകുമാർ. നമുക്ക് നമസ്കാരം, ഞാൻ നന്ദകുമാർ. നമസ്കാരം സാർ. ഇവിടെ ഇപ്പം വേണു സാറ് വളരെ മനോഹരമായിട്ട് ഓൾട്ടർനേറ്റീവ് മെഡിസിന്റെ പല ഭാഗങ്ങളും വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചു. അതിന് വളരെ ഏറെ നന്ദി. പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാറേ, ഈ വൈറ്റൽ എനർജി എന്നുള്ള കൺസെപ്റ്റ് മോഡേൺ സയൻസോ അല്ലെങ്കിൽ മോഡേൺ ഡോക്ടേഴ്സോ അംഗീകരിക്കുന്നില്ല. അതാണ് വിഷയം. മോഡേൺ അംഗീകരിക്കുന്നുണ്ട്, പക്ഷെ അത് പരസ്പരം അവര് തന്നെ തമ്മിൽ പറയാനുള്ളത്. കാരണം മോഡേൺ ഹോമിയോപ്പതിയുടെ ആള് വന്നിട്ട് പിന്നെ മോഡേൺ സയൻസിനെ കുറിച്ചിട്ടുള്ള ആളാണ്. ഹനിമൻ എന്ന് പറഞ്ഞ ആള് സയൻസ് ആണ് എടുക്കുന്നത്. ഹനുമാന്റെ വിഷയപ്പെട്ടു സാറേ. എറണാകുളത്തൊരു ഡോക്ടർ ഉണ്ട്. പുള്ളി ബേസിക്കലി അലോപ്പതി ഡോക്ടറായിരുന്നു. പുള്ളിയുടെ വീട്ടിലെ പുള്ളിയുടെ അമ്മയുടെ ആസ്മ മാറ്റാൻ പറ്റില്ല. അതുവരെ പുള്ളിക്ക് ആസ്മയായിരുന്നു. പിന്നീട് ആസ്മ വന്നു. ഇതൊന്നും മാറ്റാൻ പറ്റാതെ വന്നപ്പോ പുള്ളി ഈ മോഡേൺ മെഡിസിൻ ഉപേക്ഷിച്ചിട്ട് ഹോമിയോപ്പതി പോയി പഠിച്ചു. പുള്ളി അലോപ്പതി ഉപേക്ഷിച്ചിട്ട് ഹോമിയോപ്പതി പോയി പഠിച്ചു. എന്നിട്ട് പുള്ളി ഹോമിയോ വഴി പുള്ളിയുടെ അമ്മയുടെ ആസ്മ മാറ്റി, പുള്ളിയുടെ ആസ്മ മാറ്റി. ഇപ്പോഴും ആ ഡോക്ടറെ എറണാകുളത്ത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതിന് ശാസ്ത്രത്തിന് പഴിയായിട്ട് കാര്യമില്ല സാർ. കാരണം അത് ഞാൻ പറയുന്നത്, പക്ഷേ ഇതൊക്കെ ആണെങ്കിലും പക്ഷേ ഈ മോഡേൺ സയൻസ് അല്ലെങ്കിൽ മോഡേൺ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഇപ്പൊ യുക്തിവാദികള് അവർ പറയുന്നത് എന്താണ്, ഇതെല്ലാം പ്ലാസിബോ എഫക്റ്റ് ആണ്, സ്യൂഡോ സയൻസ് ആണെന്നാണ് അവർ പറയുന്നത്. വൈറ്റൽ എനർജി ആണെങ്കിലും ഇപ്പൊ ഈ ഹോമിയോ ആണെങ്കിലും ഈ സിദ്ധവൈദ്യം ആണെങ്കിലും അവര് ഒരു പരിധി ആയുർവേദത്തെ വരെ ഇപ്പൊ വിമർശിച്ചു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനത്തെ അവസ്ഥയാണ് ഇപ്പൊ. അല്ല, അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിപ്പോ പല ഫാക്ടേഴ്സ് ഉണ്ടാവും. ആ ഫാക്ടേഴ്സിനെല്ലാം ഇപ്പൊ ഫോർ എക്സാമ്പിൾ പ്രിസർവേഷൻ ഓഫ് ദ മെഡിസിൻ വന്നിട്ട് ഡിഫറെന്റ് വേസ് ആണ് ഇപ്പോ. അപ്പോ അതിന്റെ ആ പ്രിസർവേഷനിൽ വന്നിട്ട് ഡിഫറൻസിയേഷൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ തനിമ അവിടെ നഷ്ടപ്പെട്ടു. അപ്പൊ ഇങ്ങനെയൊക്കെ അതിനുള്ള പ്രശ്നങ്ങളുണ്ട്. കേൾക്കാമോ സാർ? കേൾക്കുന്നുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ അന്ന് പണ്ടൊക്കെ വെച്ചാൽ കുപ്പി അതിലെ ഈ പ്ലാസ്റ്റിക് കുപ്പിയിൽ വെച്ചിട്ട് നല്ല കുലുക്കിയെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. വാസ്തവത്തിൽ അത് പാടില്ല. കാരണം അവിടെ കെമിക്കൽ റിയാക്ഷൻസ് അവിടെ സംഭവിക്കും. അപ്പൊ അതിന്റെ തനിമ പോകും. അപ്പൊ അത് നമ്മൾക്ക് ഉദ്ദേശിച്ച ഫലം തരില്ല. ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി വേണം ഇത് പോകാൻ. അതുകൊണ്ടാണ് അവർ അന്ന് ആ ഫെർമെന്റൈസേഷനിൽ വെക്കാൻ ചില മണ്ണിൽ ഇതാക്കിച്ചിട്ടാണ്. ഇപ്പൊ ആ പീരിയഡ് ഒന്നും നമ്മളിപ്പോ കീപ്പ് ചെയ്യുന്നില്ല. ആ ഫെർമെന്റൈസേഷൻ ആ പീരിയഡ് 14 days ഉണ്ടെങ്കിൽ മാത്രമേ അതിനുള്ള ശരിയായ എഫക്ട് വരൂ. അതിൽ ചെറിയൊരു വ്യതിയാനം വന്നു കഴിഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞില്ല, ഈ നവപാഷാണെന്ന് പറയുന്നത് എങ്ങനെയാണ് അവർ മാറ്റിയെടുക്കുന്നത്. അതായത് 0 മറ്റേ ചെറിയ ഊഷ്മാവിൽ ആവിയായി പോകുന്ന സാധനം 10,000
പിന്നെ ഡിഗ്രിയിലും അത് അല്ലാതെ മാറിയെടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് ചില കണ്ടന്റ് അവർ ചേർത്തിട്ടാണ് അത് ചെയ്തെടുക്കുന്നത്. അപ്പൊ അത്ര ഗഗനമായ ഒരു റിസർച്ചാണ് അവരതിൽ നടത്തിയിരിക്കുന്നത്. അത് വാറ്റും നീറ്റും എന്ന് പറയും. നീറ്റിയാണ് അതിന്റെ ആ വിഷാംശം മാറ്റുന്നത് സിദ്ധ വൈദ്യത്തില്. അപ്പൊ അങ്ങനെ കണ്ട് അതെ. അപ്പൊ ഇതൊക്കെ നമ്മള് പിന്നെ ഉൾക്കൊള്ളണം, അതാണ് പറയുന്നത്. പക്ഷേ ഈ മോഡേൺ ഞാൻ ഇപ്പൊ 6 ഡോക്ടർമാരുണ്ടായി കഴിഞ്ഞാൽ 6 ഡോക്ടർ വ്യത്യസ്ത അഭിപ്രായമായിരിക്കും ഒരു രോഗിയെ പരിശോധിച്ചാൽ അന്ന് അതായത് ഇപ്പൊ ഡയഗ്നോസിസ് നമ്മൾ പ്രിസ്ക്രിപ്ഷൻ ലിസ്റ്റില് ഇന്നിപ്പോ ഡോക്ടർമാർ ഡയഗ്നോസിസ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാ? അതിന്റെ ആവശ്യം വരുന്നില്ല. ഇതാണ് ശരിക്കും വേണം. പണ്ടത്തെ ഡോക്ടർമാര് ഡയഗ്നോസിസ് എഴുതും, ഇന്നതാണ് രോഗം. ഇന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നില്ല, അതാണ് അതിന്റെ പ്രശ്നം. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ നമ്മുടെ പിന്നെ സ്റ്റഡി മെറ്റീരിയൽസും കാര്യങ്ങളും ആ രീതിയിലാണ് പോകുന്നു. ഞാൻ പറഞ്ഞ ആയുർവേദത്തിൽ പണ്ടെന്ന് വെച്ചാൽ ഒരു വൈദ്യം നോക്കും, ചില നഖം നോക്കും, കണ്ണ് നോക്കും, എല്ലാം നോക്കും, പരിശോധിക്കും. എന്നിട്ട് ഇതൊരു ഔട്ട്ലൈൻ ആണ്, ഒരു ഔട്ട്ലുക്ക്. എന്നതിന് ശേഷം അസ്യൂം ചെയ്യും ഇന്നതായിരിക്കും എന്നുണ്ട്. അതിനൊരു മരുന്ന് കൊടുത്തിട്ട് അതിൽ വ്യത്യാസം ഉണ്ടോ ഇല്ലെങ്കിൽ അവരത് മാറ്റും. ഇങ്ങനെ കണ്ട ഒരു റിസർച്ച് അതിൻ്റെ ഉള്ളിൽ തന്നെ നടക്കുന്നുണ്ട്. ഇന്ന് അതിനൊന്നും നേരെയില്ല. ഇന്ന് പൈസ കമ്പനി പറയുന്ന മരുന്നാണ്. കമ്പനി ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. GK വാര്യർ കോഴിക്കോട് ഉണ്ടായിരുന്ന GK വാര്യർ അയാൾ പറയുന്നത് വെച്ചാല് 105 110 അതിന്റെ കണ്ടന്റ് മാത്രം ഇവിടെ വേണ്ടുന്നതാണ് രോഗം ട്രീറ്റ് ചെയ്യാൻ. ഇന്നിപ്പോ ഇവിടെ എത്രയുള്ള മരുന്ന്? അപ്പൊ ഇതെല്ലാം ഹാംഫുൾ അല്ലേ? ഇത് വൈദ്യരംഗത്ത് എല്ലാവർക്കും അറിയുന്ന ഒരു സത്യമാണ്. അവിടെ അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു ഇത് ആള് പോവില്ല, ആര് റെപ്രസെന്റേറ്റീവ്, മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്. അപ്പൊ ആ ഒരു ഇത് മാറി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിന്റെ തനിമ എങ്ങനെയാണ്. ഇത് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. സാറിപ്പോ പറഞ്ഞതുകൊണ്ട് ഞാനത് പറഞ്ഞു നോക്കാം. പിന്നെ സാറ് നവഭാഷണത്തെ കുറിച്ച് പറഞ്ഞു. ഒരു കേരളത്തിൽ തന്നെ ഒരു അനുഭവമുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിലെ ഫേമസ് റേഡിയോളജിസ്റ്റ്, പുള്ളി ക്യാൻസറിന്റെ വളരെ പ്രശസ്തനായ ഡോക്ടറായിരുന്നു. പുള്ളി ക്യാൻസറിനെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളിയുടെ ഒരു പേഷ്യന്റ്, പുള്ളി മരിക്കുന്നു പറഞ്ഞൊരു പേഷ്യന്റാ, മരിക്കുന്നു പറഞ്ഞു. പക്ഷെ ആ പേഷ്യന്റ് പോയിട്ട് 2 മാസം 2-3 മാസം കഴിഞ്ഞ് തിരിച്ച് ആരോഗ്യവാനായിട്ട് തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് ഈ ഡോക്ടറെ OP-യിൽ വന്നു. അപ്പൊ ചോദിച്ചു, നിനക്ക് എന്താ ഇത്ര മാറ്റം, എങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, ഞാനൊരു ലാടൻ വൈദ്യന്റെ ചികിത്സ വഴി അസുഖം മാറിയെന്ന് പറഞ്ഞു. അങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പൊ തന്നെ പുള്ളി OP-ന്ന് ഇറങ്ങി ഇയാളൊപ്പം ലാടൻ വൈദ്യനെ അന്വേഷിച്ചു പോയി. ലാടൻ വൈദ്യനെ അന്വേഷിച്ചു പോയപ്പോ ലാടൻ വൈദ്യനെ കണ്ടു, കാര്യങ്ങൾ സംസാരിച്ചു. അയാൾ പറഞ്ഞു, ഞാൻ ഇന്ന മരുന്നാ പറഞ്ഞു കൊടുത്തതെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ ഡോക്ടർ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. പുള്ളി പറഞ്ഞു, നിനക്ക് ഈ വിവരങ്ങളൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചു. ലാടൻ വൈദ്യം എനിക്ക് വലിയ അറിവൊന്നുമില്ല, എൻ്റെ ഒരു ഗുരുനാഥനുണ്ട്, ഗുരുനാഥൻ ഇന്ന സ്ഥലത്താന്ന് പറഞ്ഞിട്ട് ഈ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് റേഡിയോളജിയിലെ പുള്ളി ഗുരുനാഥന്റെ അടുത്തുണ്ട്. ഗുരുനാഥൻ സിദ്ധവൈദ്യത്തിന്റെ വലിയ ഒരു പാരമ്പര്യ രീതിയിൽ ചികിത്സിക്കുന്ന ആളായിരുന്നു. പുള്ളിയുടെ അടുത്തുനിന്ന് ഈ ഡോക്ടർ, ഇദ്ദേഹത്തിന്റെ പേര് എന്റെ ഓർമ്മ ശരിയാണ്, ജോൺ എന്നാ, ഈ ഒരു 5-6 മാസം മുമ്പേ മരിച്ചു. ഈ അലോപ്പതി ഡോക്ടർ ക്യാൻസർ കോട്ടയം മെഡിക്കൽ കോളേജിൽ ക്യാൻസർ ചികിത്സിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം ഈ സിദ്ധവൈദ്യന്റെ അടുത്തുനിന്ന് ഈ സിദ്ധവൈദ്യം പഠിച്ചു, കൂടുതൽ നവഭാഷാണ് ചികിത്സ പഠിച്ചു. നവഭാഷാണ് ചികിത്സ, അതിനെ കുറിച്ച് പുള്ളി മനസ്സിലാക്കി. എന്നിട്ട് പുള്ളിയുടെ ക്യൂരിയോസിറ്റി കൊണ്ട് ഈ പഴനി നമ്മുടെ അമ്പലത്തിൽ പോയി. പഴനി അമ്പലത്തിൽ പോയിട്ട് അവിടുത്തെ വിഗ്രഹത്തെ കുറിച്ച് പുള്ളി ഒരുപാട് മനസ്സിലാക്കി. കാരണം ആ വിഗ്രഹം നവഭാഷാണം കൊണ്ട് ഉണ്ടാക്കിയാണ്. എന്നിട്ട് പുള്ളി ആ നവഭാഷാണ് ഫോർമുല വെച്ചുകൊണ്ട് പുള്ളി ഈ ക്യാൻസർ പേഷ്യന്റിനെ ചികിത്സിക്കാൻ തുടങ്ങി. അങ്ങനെ പുള്ളി ഒരുപാട് പേഷ്യൻസിനെ ചികിത്സിച്ച് ഭേദപ്പെടുത്തി. പുള്ളി അതോടെ അലോപ്പതി ചികിത്സ നിർത്തി. വെരി ഗുഡ്. കോട്ടയം മെഡിക്കൽ കോളേജ് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് പ്രൊഫസറൊക്കെ ആയിരുന്നു. പുള്ളി അലോപ്പതി ചികിത്സ നിർത്തിയിട്ട് പിന്നെ പുള്ളി ഒരു ആശ്രമം മാറി. കോട്ടയത്തുള്ളവർക്ക് അറിയായിരിക്കും, ഒരു പക്ഷേ ഒരു 5-6 മാസമേ പുള്ളി മരിച്ചിട്ട്. പുള്ളി ഒരു ആശ്രമം ഒരു അന്തരീക്ഷത്തില് അങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ട് അവിടെ ഈ പുള്ളി ചികിത്സിക്കുക. പുള്ളി പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഈ നവഭാഷാണ് ചികിത്സ. നവഭാഷണം അതാ പറഞ്ഞത്. ഞാനത് ഹോമിയോ കുറെ പഠിച്ചിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലായത്. പക്ഷെ ഇതൊക്കെയാണെങ്കിലും എന്താ പറയുക, ഇതൊക്കെയാണെങ്കിൽ ഈ മോഡേൺ മെഡിസിൻകാര് ഇതൊന്നും അംഗീകരിക്കില്ല. അല്ല, അംഗീകരിക്കണം. എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു സത്യാവസ്ഥ ഉണ്ടല്ലോ. കാരണം സൾഫർ കിങ് ഓഫ് മെഡിസിൻ എന്ന് ഹോമിയോയിൽ പറയുന്നുണ്ട്. സൾഫർ സംഗതി ശരിയാണ്. സ്കിന്നിന് ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ ആണ് സൾഫർ. പ്രവർത്തനം സാറിന് ഇപ്പൊ മനസ്സിലായത്, എനിക്കിപ്പോ മനസ്സിലായത് കൊണ്ടാണ് അത് ഞാൻ പറയാൻ കാരണം വന്നത്. സാർ മയാസത്തെ കുറിച്ച് പറഞ്ഞു. മയാസം 3 മയാസമാണ് ഹോമിയോപ്പതിയുടെ അടിസ്ഥാനം തന്നെ ആണല്ലോ സാർ, ഞാൻ പറഞ്ഞല്ലോ.
അതാ പറഞ്ഞത്. അപ്പോ സിഫിലിറ്റിക് മയാസം ഉണ്ട്. ആ മയാസം നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് സിഫിലിനും കൊടുത്തു കഴിഞ്ഞാൽ അത് മാറും. അതുകൊണ്ട് എന്താന്ന് പറയുന്നത് ബ്രെയിനടക്കം പിന്നെ തലച്ചോറിനടക്കം ബാധിക്കുന്ന രോഗങ്ങളുണ്ട്. അതുകൊണ്ട് പക്ഷെ ഈ കോസ് റൂട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ അതിന് ട്രീറ്റ്മെന്റ് ആപ്റ്റായിട്ട് അതാ കിട്ടുള്ളൂ. അപ്പോ മൈൻഡ് റീഡിങ്, അതിനാണ് കെന്ത് പറയുന്നുണ്ട് അതിന്റെ മൈൻഡ് റീഡിങ്ങിനെ പറ്റിയിട്ട്. ഞാൻ ഫോർ എക്സാമ്പിൾ എന്റെ അമ്മേനെ ഞാൻ തന്നെ ശ്രമിച്ചത്. ഞാൻ പക്ഷെ ഒരു ഡോക്ടറൊന്നല്ല, പിന്നെ പറയാ, ഞാൻ ഹോമിയോ മിഷൻ കോട്ടയത്ത് നിന്ന് പഠിച്ചതാണ്. അപ്പോ ഞാനിത് പിന്നെ എനിക്ക് ഹിമാലയന്റെ ഇതിൽ പോയപ്പോ അവിടെ പോയപ്പോ നാച്ചുറോപ്പതിനെ പറ്റിയിട്ട് പോയ ഡോക്ടർമാരുണ്ട്, അവരായിട്ട് സംസാരിച്ചു. അപ്പൊ ഞാൻ ഇങ്ങനെ കമ്പൈൻ ആയിട്ട് സ്റ്റഡി ചെയ്യും ഓരോ സംഗതികളും. അങ്ങനെ കുറെ അറിവുകൾ കിട്ടിയത് മാത്രം ഞാൻ പ്രസന്റ് ചെയ്യുന്നത് മാത്രമേ. പിന്നെ വളരെ ഒരുപാട് ഏരിയസ് കവർ ചെയ്തു. ഈ പതികളൊന്നും മോഡേൺ മെഡിസിൻ സമ്മതിക്കില്ല. അവർ പറയും സ്യൂഡോ സയൻസ് ആണ്, പ്ലാസിബോ എഫക്റ്റ് ആണ്, പ്ലാസിബോ എഫക്റ്റ് ആണെന്ന് അവർ പറയും. അതായത് ഞാനിപ്പോ പറയുന്നത് ഒരാൾ സമ്മതിക്കുന്നതല്ല, നമുക്ക് അതിന്റെ ട്രൂത്ത് അംഗീകരിക്കണം. അതാണ് നമ്മൾ പറയുന്നത്, സമ്മതിക്കുന്നതല്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതെല്ലാം കച്ചവടവൽക്കരണമായില്ലേ, മാറിയില്ലേ എല്ലാം. അത് അവരും സമ്മതിക്കുന്നുണ്ടല്ലോ. കച്ചവടവൽക്കരണം, ഒരു കമ്പനിയാണ് മെഡിസിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലാതെ പണ്ട് അങ്ങനെയല്ല. അവർ അതിന്റെ എല്ലാ ഘടകങ്ങളും മനസ്സിലാക്കിയിട്ടാണ്. ഇന്നിപ്പോ ഒരു കമ്പനി സജസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഒരു കുറിപ്പിൽ എഴുതി കൊടുക്കുകയാണ്. ആ കമ്പനി ഏതെല്ലാം അതിൽ കണ്ടന്റ് ഉണ്ടോ, മറ്റേത് ഇപ്പൊ ആയുർവേദത്തിലാണെങ്കിൽ അവര് ഒരു മരുന്നിനെ പറ്റി നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അവർ പോയി നേരിട്ട് പറിച്ചിട്ടാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷെ അതൊന്നും ഇന്നിപ്പോ നടക്കില്ല, നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ വിധിഗാനം വന്നുപോയി. അതുകൊണ്ടാണ് ഈ രോഗങ്ങൾ മാറാത്തതെന്നാണ് പറയാൻ വേണ്ടിയാണ് ഞാൻ അത് അവതരിപ്പിച്ചത്. അതുമാതിരി പഞ്ചഗവ്യ ചികിത്സയെ കുറിച്ച് സാറ് പറഞ്ഞു. അതൊരു പഞ്ചഗവ്യ ചികിത്സ സമ്പ്രദായമുണ്ട്. അതിന് ഒരു മീൻസ് വളരെ വിശദമായിട്ട് പഠിക്കേണ്ട വിഷയമാണ്. വളരെ എഫക്റ്റീവ് ആണ്. ഇതൊക്കെ ഭയങ്കര എഫക്റ്റീവ് ആണ്. കാരണം ആയുർവേദത്തിൽ പ്രധാനപ്പെട്ട ഔഷധം പഞ്ചഗവ്യ ഘൃതം എന്ന സാധനമുണ്ട്. ഘൃതം, പഞ്ചഗവ്യ ഘൃതം ഒരു നെയ്യാണത്. വളരെ ഫേമസ് ആണ്. വളരെ എഫക്റ്റീവ് ആയ മെഡിസിനാണ്. മഹാപഞ്ചഗവ്യ ഘൃതം എന്നൊക്കെ പറയുന്നത്. Thanks a lot. You covered a lot of areas, lot of subjects. Thank you. Thanks a lot. ഓക്കെ, വേറെ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനുണ്ടോ? എന്തെങ്കിലും ഇപ്പൊ നന്ദകുമാർ സാർ പറഞ്ഞതുപോലെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് വേണു സാർ പറഞ്ഞതിന്റെ പൂർണ്ണ ശക്തി നമുക്ക് വെളിപ്പെട്ട് കിട്ടി എന്നുള്ളതാണെങ്കിൽ പ്രത്യേകത. താങ്ക് യു സാർ. വേറെ ആർക്കെങ്കിലും? ഓക്കെ, ഇനിയുണ്ടല്ലോ 10-15 പേർ. നിങ്ങളൊരു അഭിപ്രായമെങ്കിലും പറയൂ. ഇത്രയൊക്കെ വേണുഗോപാൽ സാർ നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തില്ലേ? ഓക്കെ, അപ്പൊ എല്ലാവർക്കും നന്ദി പറയാം. താങ്ക് യു വേണുഗോപാൽ സാർ. വീണ്ടും ഞങ്ങൾ കാത്തിരിക്കും അടുത്ത വെള്ളിയാഴ്ചക്ക് വേണ്ടി. അടുത്ത വെള്ളിയാഴ്ച വീണ്ടും നമുക്ക് കാണാം. നാളത്തെ ദിവസം നമ്മുടെ സാധാരണ പോലെ തന്നെ ബേസിക് സൈക്കാട്രിയിൽ ഫോബിയ എന്ന് പറയുന്ന വിഷയമാണ്. ബേസിക് സൈക്കാട്രിയിൽ ഫോബിയ. ബേസിക് സൈക്കാട്രിയുടെ വളരെ മനോഹരമായ ക്ലാസ്സാണ് രവീന എടുക്കുന്നത്. അതിൽ ഫോബിയ എന്ന് പറയുന്ന വിഷയം, ഭയം എന്ന് പറയുന്ന വിഷയമാണ് നാളെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ നാളെ നമുക്ക് വൈകുന്നേരം 7 മണിക്ക് വീണ്ടും കാണാം. വേണു സാറിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ശുഭരാത്രി.